ഒലിവ് ട്രീ മീറ്റിംഗിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. സ്റ്റഡി സർക്കിൾ ഒരുക്കുന്ന ഈ 5 ദിവസത്തെ പ്രത്യേക പഠന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതുതായി വന്നവർക്ക് വേണ്ടി ഈ പ്രാർത്ഥനാനന്തരം കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കാം. അതിനു മുമ്പായിട്ട് ഇപ്പോൾ കുറച്ചു മുമ്പേ ജോയിൻ ചെയ്ത എല്ലാവരോടും ഒരു ക്ഷമാപണം. കഴിഞ്ഞ ആഴ്ച പ്രിയ ബാബു സാറ് പറഞ്ഞിരുന്നു നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു വർഷിപ്പ് സെഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞാന് ഇന്നെന്നുള്ളതല്ല, ആ വിഷയം നമ്മുടെ സ്റ്റഡി സർക്കിളിലെ മീറ്റിങ്ങുകളിൽ പാട്ടിന് വേണ്ടി ആരാധന സമയത്തിന് വേണ്ടി അങ്ങനെ സമയമില്ലാതിരുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സെഷൻ ക്രമീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് സാറ് കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞെങ്കിലും എന്റെ ഓർമ്മയിൽ നിന്ന് അത് വിട്ടുപോയി. അതുകൊണ്ട് ഇന്ന് അത് ക്രമീകരിക്കുവാൻ സാധിച്ചില്ല. ദയവായി ക്ഷമിക്കുക. അടുത്ത ദിവസം മുതൽ നമ്മൾക്ക് അങ്ങനെ ഒരു സെഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്തിൽ നിന്ന് നമ്മളോട് കൂടിയുണ്ട്. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ഈ സെഷൻ ആരംഭിക്കുന്നതായി. സ്തോത്രം കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് കർത്താവെ, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ അവിടുത്തെ പാദപീഠത്തിങ്കൽ ഇരിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കോവിഡ് മഹാമാരിയും ജലപ്രളയവും ഭയങ്കര മഴയും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെയുള്ള ഈ ദിനത്തിൽ, ഈ കാലയളവിൽ കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയം വേർതിരിച്ചിരിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ തുടർച്ചയായുള്ള വചന പഠന പരമ്പരയുടെ രണ്ടാമത്തെ സെഷനിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഒലിവ് ട്രീ പഠന പരമ്പരയുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഇന്ന് സന്ധ്യാസമയത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ പഠിതാക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ സെഷനുകൾ കൈകാര്യം ചെയ്യുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസൻ പ്രിയ ബാബു സാറിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അങ്ങയുടെ ദാസന് കൊടുത്തിരിക്കുന്ന ഉൾക്കാഴ്ചയ്ക്കായി സ്തോത്രം, ആ ദർശനത്തിനായി സ്തോത്രം, ആ സമർപ്പണത്തിനായി സ്തോത്രം, ദൈവം കൊടുത്തിരിക്കുന്ന വിലയേറിയ ജ്ഞാനത്തിനായി, പരിജ്ഞാനത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസന് ദൈവം കൊടുത്തിരിക്കുന്നതായ ആ കഴിവുകൾ, അറിവുകൾ അനേകരെ കർത്താവിങ്കലേക്ക് അടുപ്പിക്കുവാൻ, അനേകരുടെ കണ്ണ് തുറപ്പിക്കുവാൻ, കർത്താവെ, ഞങ്ങൾക്ക് ഇന്നലകളിൽ ശരിയെന്ന് തോന്നിയ പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ തിരുത്തി അതിന്റെ ശരിയായ റൂട്ടിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ വചനം പഠിപ്പിക്കേണ്ട ഞങ്ങളുടെ ദാസനെ ദൈവം തിരഞ്ഞെടുത്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സൗഖ്യത്തോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ ഈ ദിവസങ്ങളിലെ എല്ലാ ക്ലാസ്സുകളും നിയന്ത്രിക്കുവാൻ ഞങ്ങളുടെ ദാസനെ അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കർത്താവെ, ഇങ്ങനെ ഒരു വേദി ഒരുക്കുവാൻ ഞങ്ങളുടെ ഹല്ലേലൂയ സ്റ്റഡി സർക്കിളിന് വേണ്ടിയിട്ട് കർത്താവ് ക്രമീകരണങ്ങൾ ചെയ്തതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് നിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഹല്ലേലൂയയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാങ്കുടിച്ചാനായി സ്തോത്രം, ടീം അംഗങ്ങൾക്കായി സ്തോത്രം, എല്ലാ കൂട്ടുപ്രവർത്തകർക്കായി സ്തോത്രം. ഐക്യതയോട് നിന്ന്, ഒരുമിച്ച് നിന്ന് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ നിന്റെ കർത്താവെ, നിന്റെ ദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഇന്ന് സന്ധ്യാസമയത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. തുടർന്നും ജോയിൻ ചെയ്യാനുള്ള പ്രിയപ്പെട്ടവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാനും തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും നിന്റെ നാമത്തിൽ ചെയ്ത് അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവ് സഹായിക്കണം. മഹത്വമെല്ലാം എന്റെ കർത്താവിന് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേട്ട് ദയയോടെ ഉത്തരമൽ മാറണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. താങ്ക് യു ഡാനിയൽ ജോൺ പാസ്റ്റർ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് വീണ്ടും തന്ന അവസരത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ മുഴുവൻ ദൈവിക തിരുസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അവിടെ ഇടങ്ങളായി കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവ വചനത്തിന് മുൻപിൽ തിരുവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ സ്റ്റഡി സർക്കിൾ കഴിഞ്ഞ ചില നാളുകളായി നടത്തിവരുന്ന ക്ലാസ്സുകളുടെ തുടർച്ചയായി കർത്താവിന്റെ ദാസൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമല നയിക്കുന്ന ഒലിവ് ട്രീ മീറ്റിംഗ്സ് 5 സെഷനുകളിലായിട്ട് നമ്മൾ യഹൂദനും പുതിയ നിയമസഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായി അതിന്റെ ദൈവവചന അടിസ്ഥാനത്തിലുള്ള
കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ സെഷൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. തുടർന്ന് ഇന്ന് അതുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കർത്താവിന്റെ ദാസൻ പ്രവേശിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ ഓർപ്പിക്കട്ടെ, എല്ലാവരും മ്യൂട്ട് ചെയ്ത് ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്. അത് ക്ലാസിന്റെ ഫ്ലോ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ മൈക്ക് ഓഫ് ആണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമലയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും പുതുതായി വന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. അദ്ദേഹം കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ലണ്ടനിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുടെ ഭാഗമായി വിവിധ നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു എഴുത്തുകാരൻ, പ്രഭാഷകൻ, അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തിന്റെ ശുശ്രൂഷ രംഗങ്ങളിൽ അദ്ദേഹം കഴിഞ്ഞ ദീർഘനാളുകളിൽ ശക്തമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടു. ഇപ്പോഴും തന്റെ ആരോഗ്യമൊന്നും കണക്കിടാതെ സുദീർഘമായ മണിക്കൂറുകൾ വചനം പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാകുന്നു. ഒരു ഡയാലിസിസ് ചെയ്യുന്ന, തുടർമാനമായി ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ക്ഷീണിതനാണ്. ഞാൻ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരുന്നിട്ടുണ്ട് മണിക്കൂറുകൾ. അപ്പം അതുകൊണ്ട് എനിക്കറിയാം അവര് കടന്നു പോകുന്ന സാഹചര്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം തന്റെ ശാരീരിക ബലഹീനതകൾ കണക്കിടാതെ, അതിന്റെ ക്ഷീണങ്ങൾ കണക്കിടാതെ സുദീർഘമായ മണിക്കൂറുകൾ ദൈവവചനം പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ വരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കേണ്ടതിന് വേണ്ടി അതിശക്തമായി താൻ ഈ ക്ലാസ്സുകൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന തുടർമാനമായി അദ്ദേഹത്തിന് ഉണ്ടാകണം. കർത്താവിന്റെ നാമത്തിൽ ഞാനത് ഹല്ലേലൂയ സ്റ്റഡി സർക്കിളിലുള്ള എല്ലാ വ്യക്തികളോടും നിങ്ങളുടെ പ്രതിദിന പ്രാർത്ഥനകളിൽ കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഓർപ്പിക്കുന്നു. അടുത്ത ഒരു കാര്യം, ഹല്ലേലൂയ സ്റ്റഡി സർക്കിൾ പോലെ തന്നെ ഹല്ലേലൂയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്ക് ഹല്ലേലൂയ പത്രമുണ്ട്. അതുപോലെ തന്നെ ഹല്ലേലൂയയുടെ ഓൺലൈൻ വിഭാഗം hvartha.com എന്ന പേരിലുള്ള പ്രതിദിന വാർത്താ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലുണ്ട്. നിങ്ങൾ എല്ലാവരും അതിനകത്തൊക്കെ മെമ്പേഴ്സ് ആണെന്ന് എനിക്കറിയാം. ബഹുഭൂരിപക്ഷം ആളുകളും അതിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. തുടർമാനമായി നമുക്ക് വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നു. വളരെ ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ അതിനകത്ത് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. മറ്റൊരു കാര്യം, ഹല്ലേലൂയ പ്രയർ ടവറിനെ കുറിച്ച് ഒരു വാക്ക് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ പ്രയർ ടവർ നമുക്ക് ഏകദേശം 10ഓളം വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രയർ ടവറിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്ന 226 ഗ്രൂപ്പുകൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഹല്ലേലൂയ പ്രയർ ടവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മളിപ്പോൾ 10ഓളം ഗ്രൂപ്പുകളുണ്ട്. തോംസൺ ഫ്രെഡിസൺ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ അതിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അതിൽ നടന്നിരുന്ന തുടർമാനമായ പ്രാർത്ഥനകളുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാ ദിവസവും സൂമിൽ 1 മണിക്കൂർ ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥന കഴിഞ്ഞ ദിവസം ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇന്ന് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റി, ആ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ കുറിച്ചൊക്കെ. ആ കൊടുങ്ങല്ലൂരിന് വേണ്ടി ഇന്ന് രാത്രി 9 മണി മുതൽ 10 മണി വരെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ വിശ്വാസവും താല്പര്യവും ഒക്കെയുള്ള ആളുകളെ, സമയമുള്ള അല്പസമയം അതിനുവേണ്ടി മാറ്റിവെക്കുവാൻ പറ്റുന്ന എല്ലാവരെയും ഞാൻ ആ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളെയും ഓരോ മുനിസിപ്പാലിറ്റികളെയും എടുത്ത് ഒരു ദിവസം അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് അല്ലെ പഞ്ചായത്തിനെ കുറിച്ച് വിശദമായ ഒരു അപ്ഡേഷൻ നൽകുകയും അതിനെ തുടർന്ന് ആ സ്ഥലത്തുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് 1 മണിക്കൂറിന്റെ ഒരു പ്രാർത്ഥന. നിങ്ങൾക്ക് 5 മിനിറ്റ് ആയിരിക്കാം, 10 മിനിറ്റ് ആയിരിക്കാം, അല്ലെ 15 മിനിറ്റ് ആയിരിക്കാം. അതിൽ എത്ര സമയം പങ്കെടുക്കാമോ അത്രയും സമയം നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. വലിയ ഒരു ആത്മീയ ഉണർവിന് വേണ്ടി
1000 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തുടർമാന പ്രാർത്ഥനയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആ പ്രാർത്ഥനയെയും ഓർക്കുക, അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകുക. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ സിനായ് ടു അലക്സാൻഡ്രിയ എന്ന പേരിൽ ചെയ്തിരുന്ന ഒരു സെഷൻ, 20 മണിക്കൂറിന്റെ ഒരു ആദ്യഘട്ട പഠന പരമ്പര നമ്മൾ ഫീസ് വെച്ചാണ് ക്ലാസ് നടത്തിയിരുന്നത്. എന്നാൽ ഈ തവണ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മൾ ഫീസ് വെക്കാതെ, അതിനു വേണ്ടി ഒരു പ്രത്യേക ഫീസ് ഒന്നും ഏർപ്പെടുത്താതെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഈ പ്രവർത്തനത്തിന് വേണ്ടി, ഈ സ്റ്റഡി സർക്കിളിന്റെ ഈ പ്രവർത്തനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ സംഭാവന, ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു സംഭാവന നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും. നമ്മളൊരു മീറ്റിങ്ങിന് പോയാൽ സ്തോത്ര കാഴ്ച ഇടുന്നത് പോലെ നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യുക. അതിനുള്ള അക്കൗണ്ട് നമ്പർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ സ്റ്റഡി സർക്കിളിന്റെ ഗ്രൂപ്പിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടില്ലാത്ത ആരെങ്കിലും ഡയറക്റ്റ് ഇതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ ഹല്ലേലൂയ സ്റ്റഡി സർക്കിൾ ഗ്രൂപ്പിലേക്ക് അംഗങ്ങളാകുവാൻ അവസരമുണ്ട്. പിന്നീട് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ നമ്പറൊക്കെ നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഹല്ലേലൂയയുമായിട്ട് ബന്ധപ്പെടുക, ഞങ്ങളുടെ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ നിലയിലുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. അത് ദൈവനാമം മഹത്വത്തിന് കാരണമായി തരട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് അനൗൺസ് ചെയ്തു. ഇതിനകം 11 പേര് ആ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ പേരുകൾ പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പേരുകൾ പറയുന്നില്ല. ലാസ്റ്റിൽ ഈ കാര്യങ്ങളിൽ അങ്ങനെ പേരുകൾ പറയുവാൻ താല്പര്യമുള്ളവരുടെ പേരുകൾ പറയാം. അല്ലെങ്കിൽ ആ കാര്യം അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നീട് ഓർപ്പിക്കുന്നതായിരിക്കും. എനിവേ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യാം. നമ്മുടെ കരങ്ങളെ തട്ടി ഡോക്ടർ ബാബു ജോൺ വേട്ടമലയെ ക്ലാസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യാം. സ്തോത്രം. എല്ലാവർക്കും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യാമെന്ന് വിശ്വസിക്കും. Am I right? Yes. സകല ലോകത്തിന്റെ രാജാവ് എന്റെ കർത്താവുമായി നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രത്യേകിച്ച് ഹല്ലേലൂയ ചീഫ് എഡിറ്ററായ സാങ്കുട്ടി ചാക്കോച്ചൻ, ടീം അംഗങ്ങൾ, സഹപ്രവർത്തകർ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മാന്യദേവുകൾ, എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഒലീവ് ട്രീ മീറ്റിംഗ്സിന്റെ 2ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എൻ്റെ അധ്യാപകനായിരുന്ന യഹൂദ റാബായി ജെന്റൈൽ ഡോഗ് എന്ന് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇനി ഇരിക്കുന്നില്ല തീരുമാനിച്ചു. ആ കാര്യം നിങ്ങളോട് ഓർപ്പിച്ചു. അപ്പൊ ഇരിക്കുന്നില്ലെന്ന് തീരുമാനിക്കുമ്പോൾ എന്നെ പ്രേരിപ്പിച്ച എൻ്റെ ചേതോവികാരം, ഞാൻ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്ന, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനാണ്. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുക, കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുക. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെയും സ്നേഹിക്കുന്നു. എന്നെ താൻ നിത്യതയിൽ ചേർക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. താൻ വിശ്വസ്തനായതുകൊണ്ട് ആ വാക്കിന് മാറ്റമില്ല. ഞാനും എൻ്റെ കർത്താവും തമ്മിൽ ഉള്ള ബന്ധം സുദൃഢം ആയിരിക്കുന്നിടത്തോളം കാലം ഹു ഈസ് ദിസ് ഗൈ ടു ഇൻസൾട്ട് മീ? എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഇദ്ദേഹം ആരാ? ഇയാളുടെ, ഇപ്പൊ എന്നെ ആൾക്കാർ കളിയാക്കാൻ പറയുന്ന ഭാഷ പറഞ്ഞാൽ, ഇയാളുടെ കീബ്രു, ആൾ എന്നെ കളിയാക്കാൻ പറയുന്ന ഒരു ഭാഷയാണ്. ഇയാളുടെ കീബ്രു പഠിച്ചില്ലെങ്കിൽ എനിക്കെന്നാ കുഴപ്പം? ലെറ്റ് ദിസ് ഗൈ ഗെറ്റ് ലോസ്റ്റ്. ഇയാൾ എവിടെയും പോട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യമല്ലത്.
എനിക്കെന്റെ കർത്താവും എന്റെ കർത്താവിന് ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമായി. നമുക്കറിയത്തില്ലയോ, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാ സുഖം വിട്ടാൽ മതി. ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നു. എനിക്കെന്റെ കർത്താവ് മാത്രം മതി. നമ്മുടെ പാട്ടുകാരൻ, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. വേറെ ആരെയും വേണ്ട, ആരുടെയും സഹായം വേണ്ട, ആരുടെ അനുഗ്രഹവും വേണ്ട, ആരുടെയും കൂട്ടം വേണ്ട, ആരുടെയും കൂട്ടായ്മയും വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കർത്താവുണ്ട്. ദാറ്റ്സ് ഫൈൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അന്ന് ദൈവം എന്നോട് സംസാരിച്ചില്ല. ദൈവം സംസാരിച്ചാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് ദൈവത്തിന് ബോധ്യമായ സമയത്ത് ആ ദൈവം എന്നോട് സംസാരിച്ചിരുന്നു. ഗോ ബാക്ക്. അവൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു, സിറ്റ് അറ്റ് ഹിസ് ഫീറ്റ് ആൻഡ് ലേൺ എന്ന് പറഞ്ഞു. സിറ്റ് അറ്റ് ഹിസ് ഫീറ്റ് ആൻഡ് ലേൺ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞതുകൊണ്ട് മനസ്സില്ലാ മനസ്സോട് പോയി ആ കാര്യം അനുസരിച്ച കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞുണ്ട്. ഇനി അതിന്റെ റീസൺ എനിക്ക് ഒരുപാട് വർഷങ്ങൾ കഴിയേണ്ടി വന്ന് മനസ്സിലാക്കാൻ. To be honest, I had to die to learn എന്ന് പറയുന്നത് ശരി. 2018 ലണ്ടനിലെ ഹില്ലിംഗ്ടൺ ഹോസ്പിറ്റലിന്റെ മരണം റിപ്പോർട്ട് ചെയ്ത് DNAR എഴുതി, ഡെഡ് ബോഡി മണ്ടയ്ക്ക് അവരുടെ ലേബലും എഴുതി, ശവത്തിന്റെ ലേബലും വെച്ച് ഒരവസ്ഥ ഉണ്ടായതിനെ പറ്റി ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാണ്. പൗലോസ് പറഞ്ഞവന് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെയാ ദൈവശബ്ദം കേൾക്കുന്നത്, അവിടെയാ ദൈവം എന്നോട് സംസാരിക്കുന്നത്. എനിക്കിഷ്ടമല്ലെന്നും എനിക്ക് വേണ്ടെന്നും വെക്കുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ എങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നുള്ളതാണ്, ഞാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുള്ളതാണ്. Do I have the mindset to go and sit at the feet of people who hate me, who don't like me, who do not love me? എന്നെ ഇഷ്ടപ്പെടാത്ത, എന്നെ വെറുക്കുന്ന, എന്നെ ഉപദ്രവിക്കുന്ന ആളുകളുടെ കാൽക്കൽ പോയി ഇരിക്കുവാൻ ഉള്ള ഹ്യൂമിലിറ്റി എനിക്ക് ഉണ്ടോ? Can you do it? That was God's question to me. I never studied this philosophy from any philosopher, but that was God's question to me. There is a large number of people who hate you and who are going to hate you, who are going to criticize you and insult you and belittle you and ridicule you. അവരുടെ കാൽക്കൽ പോയി ഇരിക്കാൻ, അവരുടെ പാദസേവ ചെയ്യാൻ, അവരിൽ നിന്ന് പഠിക്കാൻ നിനക്ക് കഴിയുമോ? Can you? That is God's question to me. Now, this is what I am going to highlight for the whole session today. ഇന്ന് മുഴുവൻ പറയുന്ന കാര്യം ഇതാ. യഹൂദനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയമാണ്. സംകുട്ടി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ക്രിസ്ത്യാനിറ്റിയിൽ എൻ്റെ പ്രസംഗം, എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ, നിങ്ങൾ ആദ്യം കാണുന്ന ബൈബിൾ ടീച്ചറും ഞാനല്ല, ആദ്യം കേൾക്കുന്ന ബൈബിൾ സ്റ്റഡിയും എൻ്റെതല്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ആ പ്രസംഗങ്ങളെല്ലാം ശരിയാണ്, ആ പ്രസംഗകരും ശരിയാണ് എന്ന് വിശ്വസിക്കാനും പറയാനും എനിക്കിഷ്ടമുള്ളൂ. അവരെ ആരെങ്കിലും തെറ്റാന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പറയത്തുമില്ല. അവരാരും പ്രസംഗിച്ചിട്ടില്ലാത്തത്. ക്രിസ്ത്യാനിറ്റി ഈസ് അൺഹേർഡ് മെസ്സേജ്. നിങ്ങൾ നെറ്റിൽ കയറി പ്രസംഗം കേൾക്കുന്നവരാണല്ലോ, അപ്പ് ആൻഡ് ഡൗൺ തപ്പി നോക്കിയോ, ഞാൻ ഈ പ്രസംഗിക്കുന്ന മെസ്സേജ് നിങ്ങൾ കേൾക്കത്തില്ല. കാരണം അതാരും പ്രസംഗിക്കുന്നില്ലെന്ന് എനിക്കറിയാം. Christianity is unheard message. Now the question is, when you take an educational institutional system, or educational system എടുക്കുന്നുണ്ട്, അവിടെ LKG അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ ഉണ്ട്, അവിടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നു. അത് PhD-യിലാണ് അവസാനിക്കുന്നത്.
ഒരു വർഷം കേരളത്തിൽ 3.5 ലക്ഷം അല്ലെ 4 ലക്ഷം 5 ലക്ഷം കുഞ്ഞുങ്ങൾ LKG പ്രവേശനത്തിന് കയറുക, അല്ലെങ്കിൽ LP സ്കൂളിൽ പ്രവേശനത്തിന് കയറുക. 5 ലക്ഷം കുഞ്ഞുങ്ങൾ. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെന്ന് അവസാനിക്കുന്നത് PhD ക്ലാസ്സിലാണ്. എന്റെ കാലത്ത്, ഇപ്പൊ എനിക്കറിയത്തില്ല, ഒരു വർഷം PhDക്ക് അഡ്മിഷൻ കിട്ടുന്നത് 10 പിള്ളേർക്ക് യൂണിവേഴ്സിറ്റി, പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് 10 പിള്ളേർക്ക് കിട്ടുന്നത്. 5 ലക്ഷം പേർക്ക് LKG കിട്ടി, 10 പിള്ളേർക്ക് PhDയിലും കിട്ടി. ഒരു സ്കൂളില് LKG മുതൽ 12ാം ക്ലാസ് വരെ സ്കൂളിൽ 5000 മുതൽ 10000 വരെ സ്റ്റുഡൻസ് ഇരിക്കുക ആ സ്കൂളിൽ. അതേ സമയത്ത് അതിന്റെ തൊട്ടപ്പുറത്തുള്ള റിസർച്ച് സെന്ററിൽ യൂണിവേഴ്സിറ്റിയുടെ, അതും എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. മാക്സിമം 5 പിള്ളേരുടെ ക്ലാസ്സിലിരിക്കുന്നത്, മാക്സിമം 5 പിള്ളേരുടെ ക്ലാസ്സിലിരിക്കുന്നത്. ഇത് രണ്ടിടത്തും പഠിപ്പിക്കുക, രണ്ടിടത്തും അധ്യാപകരാണ്. LKGയിലെ അധ്യാപകന് PhDയിലെ ക്ലാസ്സിലെ അധ്യാപകൻ നോക്കി പറയാം, നിന്റെ കൂടെ എത്ര പേരുണ്ട്? 5 പിള്ളേരെയും കൊണ്ടിരിക്കുക. ഒരു കൈയുടെ വിരൽ എണ്ണാണ് പിള്ളേരെ നിന്റെ. എന്നെ നോക്ക്, 5000 വിദ്യാർത്ഥികളുടെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. 5000 വിദ്യാർത്ഥികളുടെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. ഇവിടെ ടീച്ചേഴ്സായിട്ട്, സഹശുശ്രൂഷകന്മാരായിട്ട് എന്റെ സ്കൂളിൽ 180 ആളുകൾ എന്റെ കീഴിലുണ്ട്. എന്റെ കൂടെ എത്ര പേരുണ്ട്? 5 എണ്ണം. ഓക്കെ, അത് ശരിയാ, പറഞ്ഞ കാര്യം ശരിയാ. ഇയാളുടെ 5 പേരേ ഉള്ളൂ, ഇവിടെ 5000 ഉണ്ട്. Now the question to the student, what level? ഈ സ്കൂൾ എഡ്യൂക്കേഷൻ എന്തെങ്കിലും കുഴപ്പമില്ല, സ്കൂൾ എഡ്യൂക്കേഷൻ മറ്റേ PhD-യോ? The question, നിങ്ങൾ ഏത് ലെവലിലാണ് ഇപ്പൊ? നിങ്ങൾ ഇപ്പോഴിരിക്കുന്ന ലെവലിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഇനി എത്ര കൊല്ലം കൂടി ഈ ലെവലിൽ ഇരിക്കാൻ പോവാ? മേപ്പോട്ട് കൊല്ലം പോകാൻ താല്പര്യമുണ്ടോ? അത് എല്ലാ കാലം ഈ ലെവലിൽ ഇരിക്കാനാണോ ഇഷ്ടം? ആയിക്കോട്ടെ, കുഴപ്പമില്ല. വേദപുസ്തകം പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്ന് ക്രിസ്തു എന്ന പൂർണ്ണ ആളത്വത്തോളം തികഞ്ഞു വരണമെന്ന. ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റി ട്രൈറ്റിന് ടാൻറ്റമൗണ്ട്, ഈക്വലായി സഭ മാറണം. ഈക്വലായി സഭ മാറണം. ദി ഹയസ്റ്റ് ലെവലിൽ എത്തണം സഭ. Now there is a question. എന്തിനാ? ആൻസർ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്വർഗത്തിൽ പോയിട്ട് എന്തോ ചെയ്യാനാ? സ്വർഗത്തിൽ പോയിട്ട് എന്തോ ചെയ്യാനാ? എന്തിനാ സ്വർഗത്തിൽ പോകുന്നത്? സ്തുതിക്കാൻ. അതിനവിടം വരെ പോകണം. ഇവിടുത്തെ സ്തുതിക്കത്തില്ലയോ? ദൈവത്തെ ആരാധിക്കാം. അത് നമുക്ക് ഇപ്പോഴും ചെയ്യാമല്ലോ. അത് വേറെ ആരും ഇവിടെ ഇല്ലയോ? വേറെ ആരും ഇവിടെ ഇല്ലയോ? എന്റെ ടോപ്പിക്സ് അല്ല ഇതെന്റെ ടോപ്പിക്സ് അല്ല. ഉടനെ ഹല്ലേലൂയ ക്ലാസ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇനി അല്ല വേറെന്തെങ്കിലും ഡ്രാസ്റ്റിക് ചേഞ്ച് സാങ്കുട്ടിച്ചാൻ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകണമെന്ന് എന്നോട് പറയുകയല്ലാതെ എന്നെ സാധ്യത കാണുന്നില്ല. സ്വർഗത്തിൽ നമ്മൾ ചെന്നിട്ട് മാത്രം, നമ്മളുമായിട്ട് ചേർന്ന് മാത്രം, നമ്മളിൽ കൂടെ മാത്രം, നമ്മളില്ലാതെ ചെയ്യാൻ കഴിയാത്ത ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ്, ഫങ്ഷൻസ്, റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹൈറാർക്കീസ് കൊണ്ട് നമ്മളില്ലെങ്കിൽ നടക്കത്തില്ല. 2, നമ്മളിൽ കൂടെ മാത്രമേ നടക്കത്തുള്ളൂ. വി ആർ ഇൻ ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് ഇറ്റ്. അതിനു വേണ്ടിയാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചതും നമ്മളെ ദൈവമക്കളാക്കിയിരിക്കുന്നതും നമ്മളെ ഇറ്റേണിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ കാര്യം ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് എന്തോ ചെയ്യാൻ പോകും എന്നുള്ള കാര്യം ഈ ഭൂമിയിൽ വെച്ച് മനസ്സിലാക്കണം ദൈവമക്കൾ. അങ്ങനെ എവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതായ
ഉയരത്തിൽ ഉള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ ചെന്ന ശേഷം എന്തോ ചെയ്യാൻ പോവുക? എന്തിനാ നമ്മളെ കൊണ്ടുപോകുന്നത്? നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ എന്തിനു പോവുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളുടെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി പോലും ഈ ആയുസിൽ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ ദൈവവൈതലാകുന്ന അന്ന് മുതൽ നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കുക. മരണം ഒരു ഘട്ടം മാത്രം, ആത്മീയ ജീവിതം അവസാനിക്കുന്നില്ല. പോയിക്കൊണ്ടിരിക്കുക, തുറന്നുകൊണ്ടേയിരിക്കുക. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, തുറന്നുകൊണ്ടേയിരിക്കുക. ഇറ്റേണിറ്റി മുഴുവൻ നീണ്ടു നിൽക്കേണ്ട ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അതിൽ റെസ്പോൺസിബിലിറ്റീസ്, ഫങ്ഷൻസ്, കമ്മിറ്റ്മെന്റ്സ്, റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹയറാർക്കി. റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹയറാർക്കി. അതിൽ ഏത് ഹയറാർക്കിക്കൽ ഓർഡറാണ് നീ വരാൻ പോകുന്നത്? സ്വർഗത്തിൽ ചെല്ലുമ്പോ ഞാൻ ഇരിക്കാൻ പോകുന്ന ഹയറാർക്കിക്കൽ ഓർഡർ എന്തുവാ? ഇത് ഭൂമിയിൽ വെച്ച് പഠിക്കണം. യു മസ്റ്റ് സ്റ്റഡി. എന്നിട്ട് ഇവിടെ വെച്ച് അതിനുവേണ്ടി ഒരുങ്ങണം. ഇവിടെ വെച്ച് ഇറ്റേണിറ്റിയിൽ നീ എന്താകാൻ പോകുന്നു അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇവിടെ വെച്ച് ആരംഭിക്കണം. ഇവിടെ വെച്ച് ആരംഭിക്കണം. വെൻ യു ആർ ഓൺ എർത്ത് ആരംഭിക്കണം. ഇവിടെ ആരംഭിച്ച് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്ത ഒന്നും സ്വർഗത്തിൽ ആരംഭിച്ച് അവിടെ പ്രിപ്പയർ ചെയ്യാൻ കഴിയത്തില്ല. ലിസൺ ടു മീ കെയർഫുള്ളി. യു കനോട്ട് സ്റ്റാർട്ട് എനിത്തിങ് എനിയു ഇൻ ഹെവൻ. സ്വർഗത്തിൽ ഒന്നും ആർക്കും പുതിയതായിട്ട് ചെയ്യാൻ കഴിയത്തില്ല, ആരംഭിക്കാൻ കഴിയത്തില്ല. ബട്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂറ്റി ഓഫ് വാട്ട് യു ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഓൺ എർത്ത്. നീ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയാണ് സ്വർഗം എന്ന് പറയുന്നത്. നീ ഭൂമിയിൽ ദൈവ പൈതലായെങ്കിൽ മക്കളുടെ അവകാശത്തിന് വേണ്ടി എഴുന്നേറ്റ് വരും. നീ ഭൂമിയിൽ സുവിശേഷത്തിന്റെ തീര പോരാളിയാണെങ്കിൽ പ്രതിഫലം വിഭജിക്കുന്ന അന്ന് ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിന്നതിനും കൊടുത്തതിനും ചെലവായി പോയതിനും പ്രതിഫലം പ്രാപിക്കാൻ എഴുന്നേറ്റ് വരും. നീ ഭൂമിയിൽ കുഞ്ഞാടിന്റെ മണവാട്ടിയാണെങ്കിൽ മണവാളനോടുകൂടി സ്വർഗത്തിൽ മണിയറയിൽ പ്രവേശിക്കും. നീ ഭൂമിയിൽ ദൈവവേദനായി തീർന്നുവെങ്കിൽ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് പിതാവിൽ നിന്ന് നീ പുത്രനോട് ചേർന്ന് കൂട്ടവകാശിയായി അവകാശം പ്രാപിക്കും. നീ ഭൂമിയിൽ തുടങ്ങാൻ കഴിയാത്ത ഒന്നും സ്വർഗത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കരുത്. No. Now people ask me a serious question. It's a very serious question. I'm not going to answer that question. You can answer it. കാര്യം എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരും നോവീസസ് ആണെന്നൊരു വിശ്വാസം എനിക്കില്ല. ഒന്നും അറിയാൻ വേണ്ട മണ്ടന്മാരും പൊട്ടന്മാരും ഒന്നും എൻ്റെ ക്ലാസ്സിൽ ഇരിപ്പില്ല. വളരെ പരിജ്ഞാനമുള്ള, വളരെ വിദ്യാഭ്യാസമുള്ള, ആത്മീയ പക്വതയെത്തിയ ദൈവമക്കളാണ് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. ഐ എം വെരി പ്രൗഡ് ഓഫ് എവരി വൺ ഓഫ് മൈ സ്റ്റുഡൻസ്. ഐ എം വെരി പ്രൗഡ് ഓഫ് എവരി വൺ ഓഫ് യു. നിങ്ങൾ ഓരോരുത്തരെ പറ്റി എനിക്ക് അഭിമാനമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലീഡറെ വിളിച്ചിട്ട് ആ ലീഡറോട് പറഞ്ഞു, നിങ്ങളുടെ കീഴിലുള്ള ആൾക്കാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണം. എന്നെ പറയാൻ കാരണം ഞാൻ പറഞ്ഞു, ഇവരെല്ലാം പൊട്ടന്മാരാണെങ്കിൽ, എക്സ്ക്യൂസ് മൈ ലാംഗ്വേജ്, കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങൾ പൊട്ടന്മാരുടെ നേതാവായിരിക്കും. അവിടെ കുറെ പൊട്ടന്മാരുണ്ട്, അവർക്കൊരു നേതാവുണ്ട്. നിങ്ങൾക്ക് അതിന്റെ മോശം. അങ്ങനെ ആയിരിക്കും ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം. Now, you people who attend my class are very intelligent people, I know it. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു, ഞാൻ തീരുമാനിക്കുന്നില്ല. പാസ്റ്റർ ബാബുജോണി പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നാ കുഴപ്പം? യഹൂദനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഈ പറയുന്ന കാര്യമൊന്നും അറിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ ഇറ്റേണിറ്റിയെയോ, എൻ്റെ സാൽവേഷനെയോ, എൻ്റെ ആത്മീയ ജീവിതത്തെയോ, എൻ്റെ സ്പിരിച്വാലിറ്റിയെ അത് ഏതെങ്കിലും ലെവലിൽ ബാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്പർ 1, വാട്ട് ഈസ് യുവർ കറന്റ് സ്പിരിച്വാലിറ്റി? നിങ്ങളുടെ ഇപ്പോഴത്തെ ആത്മീയ നിലവാരം എന്താ? ആർ യു ഏബിൾ ടു ചെക്ക് ഇറ്റ്? രണ്ടാമത്തെ കാര്യം, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യുവർ ഹെവൻലി ഫാദർ വാണ്ട്സ് യു ടു ബിക്കം? നിങ്ങൾ എവിടെ എത്തണമെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നത്? വല്ല വിവരമുണ്ടോ അതിനെപ്പറ്റി? വല്ല വിവരമുണ്ടോ?
Number 2. Number 3, what is the gap between that and where you are? നിങ്ങൾ ഇപ്പോഴായിരിക്കുന്നതും നിങ്ങൾ ആയിരിക്കണോ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്ന ലെവലും തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ, ഇനി എൻ്റെ ആദ്യത്തെ ചോദ്യം, ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചില്ല എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറുപടി നിങ്ങൾ തന്നെ കണ്ടെത്തിക്കണം. ഞാൻ മറുപടി പറയുന്നില്ല. ഇനി ഞാൻ എൻ്റെ ഒരു കൺവിക്ഷൻ നിങ്ങളോട് പറയാം. കൺവിക്ഷൻ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മള് ഫ്രം സൈനായ് ടു അലക്സാൻഡ്രിയ എന്നതിൽ ഗ്രീക്ക് ഭാഷയും സാഹിത്യവും തത്വചിന്തയും സംസ്കാരവും വേദപുസ്തകത്തിൽ ക്രിസ്ത്യാനിറ്റി നശിപ്പിച്ച് യേശു ക്രിസ്തു പറയാത്ത, വിശുദ്ധ വേദപുസ്തകം പറയാത്ത വേറൊരു ക്രിസ്ത്യാനിറ്റി നമുക്ക് തന്നു. ദി അതർ ജീസസ്, ദി അതർ ഫെയ്ത്ത്, ദി അതർ ക്രിസ്ത്യാനിറ്റി. നമ്മളതിന്റെ വിക്ടിംസാ, നമ്മളത് അറിയുന്നില്ല. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും കേരളത്തിൽ ആദ്യം പ്രസംഗിച്ചത്. ഐ മേ ബി ദ ഫസ്റ്റ് പേഴ്സൺ. എൻ്റെ അധ്യാപകർ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ പ്രശസ്തരായിരുന്നു കേംബ്രിഡ്ജിലെ എൻ്റെ അധ്യാപകർ. അവരിൽ നിന്ന് ഞാനിത് പഠിച്ചത്. ഓക്കെ, now let's come back. The question is, ഞാനിത് പഠിച്ചില്ലെന്ന് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. എൻ്റെ കൺവിക്ഷൻ ഞാൻ പറയാൻ പോകും. ഞാൻ പ്രസംഗിക്കുന്ന, ഇങ്ങനെ പ്രസംഗിക്കുന്ന 10,000 ആളുകൾ ഈ ലോകത്തുണ്ട്. 10,000 ആളുകൾ. ഈ 10,000 ആളുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു പേഴ്സെന്റ് ഇല്ല. വേൾഡ് ക്രിസ്ത്യാനിറ്റിയിൽ ഒരു പേഴ്സെന്റ് ഇല്ല. 10,000 എന്ന് പറയാം. വേൾഡ് പോപ്പുലേഷന്റെയോ ഒരു പെക്ക് ഇല്ല. അപ്പൊ ദൈവത്തോട് ചോദിക്കാം, ഫാദർ വാട്ട് ഈസ് ഇറ്റ് ലൈക്ക്? അപ്പൊ ദൈവത്തിന്റെ മറുപടിയാ, വെൽ ദാറ്റ്സ് ഹൗ ഐ വാണ്ട് ഇറ്റ് ടു ബി. വിളിക്കപ്പെട്ട അനേകരാ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാ. ദൈവം മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിളിക്കുന്നു. കേട്ടോ, ദൈവം നമ്മളെ വിളിച്ചു എന്നുള്ളത് നാം തേജസ്കരണം പ്രാപിക്കത്തില്ല. ദൈവം നമ്മളെ മുന്നറിഞ്ഞു എന്നുള്ളതുകൊണ്ട് നാം തേജസ്കരണം പ്രാപിക്കത്തില്ല. ദൈവം നമ്മെ നീതീകരിച്ചു എന്നുള്ളതുകൊണ്ട് നാം തേജസ്കരണം പ്രാപിക്കത്തില്ല. തേജസ്കരണം എന്ന് പറയുന്നത് വീണ്ടും അടുത്ത സ്റ്റേജാണ്. Do you want to reach that stage or not is the question. ആ തേജസ്കരണം എന്ന സ്റ്റേജിൽ നിങ്ങൾക്ക് എത്തണോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, തേജസ്കരണത്തെ പറ്റി നിങ്ങൾ ഒന്ന് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം ശ്രദ്ധിച്ച് വായിക്കണം. സൂര്യന്റെ വെളിച്ചമുണ്ട്, ചന്ദ്രന്റെ വെളിച്ചമുണ്ട്, നക്ഷത്രങ്ങളുടെ വെളിച്ചമുണ്ട്. നക്ഷത്രവും തമ്മിൽ വെളിച്ചത്തിൽ വ്യത്യാസമുണ്ട്. സോ വാട്ട് കൈൻഡ് ഓഫ് എ സ്റ്റാർ ആർ യു ഗോയിങ് ടു ബി? What kind of a personality are you going to be in eternity is the question. എൻ്റെ ക്ലാസ്സിൽ നിങ്ങളോട് ഇത്ര ചോദ്യം ചോദിച്ചാൽ മതി. What kind of a personality am I going to be in eternity? നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും, ചിലർ നിത്യജീവനായും, ചിലർ നിത്യലജ്ജയ്ക്കായും, ചിലർ നിത്യനിന്ദയ്ക്കായും എഴുന്നേൽക്കും. So what do you want to rise up for? നിങ്ങൾക്ക് എന്തിനു വേണ്ടി എഴുന്നേൽക്കണം? നിത്യലജ്ജയ്ക്കും നിന്ദയ്ക്കും വേണ്ടി എഴുന്നേൽക്കണോ? അതോ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലും ശോഭിക്കും എന്ന് പറഞ്ഞ് ആ കാറ്റഗറിയിലേക്ക് എഴുന്നേൽക്കണോ? ഏത് കാറ്റഗറിയിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കണോ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നാശത്തിലേക്കുള്ള വഴി വിശാലം, അതിൽ കൂടെ കടക്കുന്നവർ അനേകരാകും. ജീവങ്കിലേക്കുള്ള വഴി ചുരുക്കം, വഴി ഇടുക്കം, പാത ഞെരുക്കം, അതിൽ കൂടെ കടക്കുന്നവരെ ചുരുക്കം. ദൈവം ആഗ്രഹിക്കുന്ന ഹയസ്റ്റ് എവർ പോയിന്റിൽ നിങ്ങൾ എത്തണം എന്നതാ എനിക്ക് നിങ്ങളെ പറ്റിയുള്ള ആഗ്രഹം. ആ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഉണ്ടല്ലോ, ഇസ്രയേൽ കടൽപ്പുറത്തെ മണൽ പോലെ കടന്നാലും ഒരു രക്ഷിത ഗണമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഒരു സ്മോൾ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. ഐ ടെൽ യു റീസൺലി, കർത്താവിന്റെ കാഹളം ഇന്ന് ധരിച്ചാൽ എടുക്കപ്പെടുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. ആ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയിൽ നിങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ വേറെ ആരും കേൾക്കാത്ത മെസ്സേജ് പ്രസംഗിച്ച് കേൾപ്പിക്കുന്നത്. ആ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയിൽ ഞാൻ ഉണ്ടാകണം. അത് ദൈവത്തിന് എന്നോടുള്ള കരുണയായതുകൊണ്ടാണ്. ദീർഘവർഷങ്ങൾക്ക് മുൻപ് ഞാൻ സുവിശേഷ വഴിയണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ KP മോഹനന്റെ ബൈബിൾ കോളേജിൽ അഡ്മിഷന് വേണ്ടി പോയത്. ചെന്നപ്പോൾ അഡ്മിഷൻ ക്ലോസ് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ അവിടെ പഠിച്ച് നാട്ടിൽ കിടക്കത്തേ ഉള്ളായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊന്നും പഠിക്കാൻ എനിക്ക് ഇടയാകത്തില്ല.
ദൈവത്തിനുള്ള കരുണയുള്ളതുകൊണ്ടായിരുന്നു വഴി തെറ്റിച്ചെന്നെ ഇവിടെ കൊണ്ടുവന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേൾഡിലെ ഏറ്റവും വലിയ സ്കോളേഴ്സ് എന്നറിയപ്പെടുന്ന ആളുകളുടെ കാൽക്കലിരുന്ന് തിരുവചനത്തിൽ മറ്റാരും പഠിക്കാത്ത ആഴങ്ങളിലേക്ക് പോകാൻ ഇടയായി തീർന്നു. ദൈവത്തിനുള്ള കരുണയാ. ഏത്? ആ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയിൽ ഞാൻ പെടണമെന്നുള്ളത്. ആ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയിൽ നിങ്ങൾ പെടണമെന്ന് നിങ്ങളും തീരുമാനിക്കണം. അപ്പൊ തീരുമാനിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും. എന്റെ ചോദ്യത്തിനുണ്ട്, ഏത് ചോദ്യത്തിന് ഉത്തരം? ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടാകും എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും. ഞാൻ നമ്മുടെ ഒലിവ് ട്രീ മീറ്റിംഗ് എന്ന വിഷയത്തിന്റെ ഇൻട്രഡക്ഷൻ അല്ല ഈ പറയുന്നത്. എൻ്റെ ഒലിവ് ട്രീ മീറ്റിംഗിന് അതിന്റെ കണ്ടന്റ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് ഓടിച്ച് സ്ക്രീനിലോട്ട് കാണിക്കാനുണ്ട്. നമുക്ക് മുമ്പിൽ കുറച്ച് സമയമുള്ളൂ. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ ആസ് ഐ എം ഏബിൾ ടു ഗെറ്റ് ഫ്രം യു. രാകേഷ് ബ്രദറെ സ്ക്രീൻ റെഡി ആയെങ്കിൽ ഒന്ന് കാണിച്ചാട്ടെ. യെസ്, നമ്മളിവിടെയാ തുടങ്ങുന്നത്. യെസ്, അതിനു മുമ്പുള്ള സ്ക്രീൻ കാണിച്ചാട്ടെ. ഇതിനു മുമ്പുള്ള സ്ക്രീൻ കാണിച്ചേ. ഓക്കെ, നമ്മള് ദൈവത്തിൽ തുടങ്ങാൻ പോയി. ഏത് കാര്യത്തിൽ ദൈവത്തിൽ തുടങ്ങാം? ദൈവം നമ്മുടെ ഈ യൂണിവേഴ്സിനെ, ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, ഈ സോളാർ സിസ്റ്റം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എന്തോ ചെയ്യുമായിരുന്നു? വാട്ട് വാസ് ഗോഡ് ഡൂയിങ്? ശ്രദ്ധിച്ചോണേ, ദൈവം രണ്ട് കാര്യം ചെയ്യാറ്. ദൈവം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ യൂണിവേഴ്സ് ഉണ്ട്. ആ ദൈവത്തിന്റെ യൂണിവേഴ്സിനെ ദൈവം സെറ്റ് ഇൻ മോഷൻ, അതിനെ ദൈവം പ്രവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു സ്റ്റാറും സ്റ്റാഗ്നന്റ് അല്ല, നിശ്ചലമായ ഒരു സ്റ്റാറുള്ള ഒരു ഗ്രഹവുമില്ല. അതിന്റെ ഭ്രമണപഥത്തിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഭ്രമണപഥത്തിൽ അത് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ കലാമിറ്റിയാ, ഉണ്ടാകുന്ന ദുരന്തമെന്നൊന്നും ആർക്കും പറയാനൊക്കത്തില്ല. അത് മൂവ് ചെയ്യേണ്ട ഒരു സ്പീഡുണ്ട്, അത് മൂവ് ചെയ്യേണ്ട ഒരു പേസ് ഉണ്ട്. ആ പേസിൽ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയുടെ ഡിഫറൻസ് ഉണ്ടായാൽ യൂണിവേഴ്സിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയത്തില്ല. അത്ര പെക്കറീസ് ആയ ഈ യൂണിവേഴ്സിനെ ദൈവം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. എന്താ അതിന് തെളിവ്? ദൈവം നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അതിനൊക്കെയും പേരിടും. അവയെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയൊക്കെയും പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യും. ദൈവം യൂണിവേഴ്സിനെ അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. യൂണിവേഴ്സിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ചലിപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ശരി, അതിനെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദാറ്റ് ഈസ് ഗോഡ്സ് വൺ വേർഡ്. അതിന്റെ ആ ഇന്റൻസിറ്റിയും അതിന്റെ ഗ്രാവിറ്റിയും നമുക്ക് പറയാനേ പറ്റത്തില്ല. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനേ ഒക്കുന്ന കാര്യമല്ല. ഒരു 3 വർഷം മുമ്പ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ് ഒരു റയറസ്റ്റ് ഓഫ് ദി റയർ ഗ്ലാസ് ലെൻസ് കണ്ടുപിടിച്ചിട്ട് അയാൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ എത്രയോ പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടു. ആ ഗ്രഹങ്ങളെ കണ്ടപ്പോൾ ആ ഗ്രഹത്തിലുള്ള ജീവികളും, കേട്ടോണേ, മനുഷ്യന് തുല്യമായ ബീയിങ്സിനെയും അതിലത്തെ സിസ്റ്റം ഒക്കെ കണ്ടപ്പോഴേക്ക് ഇയാൾ ആകെപ്പോട് വിരണ്ടുപോയി. പ്രകാശവർഷങ്ങൾക്ക് അപ്പുറമാണ് ഈ ഗ്രഹങ്ങളുള്ളത്. അപ്പോ മറ്റ് ഗ്രഹങ്ങളുണ്ടെന്നും അവിടെ ജീവികളുണ്ടെന്നും മനുഷ്യനേക്കാൾ ഡെവലപ്ഡ് ആയ ആളുകൾ അവിടെ ഉണ്ടെന്നും അതൊക്കെ ഇനി ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഞാൻ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ആ ആർട്ടിക്കിൾ ഒന്ന് വേണമെന്ന് വായിക്കണമെന്ന് നിർബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ബോബംബറിന്റെ ആർട്ടിക്കിൾ ഉണ്ടെന്ന് എൻ്റെ കയ്യിൽ ഇരിപ്പില്ല. ബോബംബറിനെ കോണ്ടാക്ട് ചെയ്യുമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആർട്ടിക്കിൾ വായിക്കാൻ കിട്ടിയേക്കും. ഓക്കെ, ഞാൻ തന്നെ എനിക്കൊന്ന് വായിക്കുന്നതിന് വേണ്ടി ബോബംബറിന്റെ അടുത്തായിരുന്നു വായിച്ചത്. സോ ലെറ്റ്സ് കം ബാക്ക്. അതിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ ദൈവം. അപ്പം ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ് ഗോഡ് വാസ്. ഇനി ദൈവം ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്താ? അത് നിങ്ങൾക്ക് വളരെ രസകരമാണ്. ദൈവം ചെയ്ത രണ്ടാമത്തെ കാര്യം, ഗോഡ് വാസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ഈ ദൈവം സ്നേഹമാകുന്നു പറയുമ്പോഴേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നമ്മള് ഗ്രീക്കിൽ പറയുന്നുണ്ട്, സ്നേഹം എന്ന വാക്കിന് ആ അർത്ഥം നമുക്ക് തരുന്ന 4 വാക്കുകൾ ഗ്രീക്കിലുണ്ട്. നമ്മുടെ ഗ്രീക്കിന്റെ വഴികേടുകൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ അറിയുന്നുണ്ട്. സാങ്കുട്ടിച്ചാനോട് ചോദിച്ചാൽ അവൻ സാങ്കുട്ടിച്ചാൻ എടുത്തില്ല. ഓക്കെ, ഈ 4 ബൈബിളിലെ സ്നേഹം. ബൈബിളിൽ സ്നേഹം എന്ന് പറയുന്നത് ഒക്കേവ് എന്നാണ്.
ഒക്കേവ എന്ന ബൈബിളിലെ സ്നേഹത്തിന് 4 അർത്ഥമാണുള്ളത്. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് എവ്രിതിങ് ദാറ്റ് ഐ ഹാവ് ഐ ഗിവ് അൺടു യു. എനിക്കുള്ളത് മുഴുവനും ഞാൻ നിനക്ക് തരും. അപ്പം സ്നേഹിക്കുന്ന ആള് ഒരു ഡോണർ എൻഡിലാണ്. ഒരാൾക്ക് ഡോണർ എൻഡിൽ നിൽക്കണമെങ്കിൽ റിസീവ് എൻഡിൽ വേറൊരാൾ വേണം, ഇല്ലെങ്കിൽ അയാൾക്ക് ഡോണർ എൻഡിൽ നിൽക്കാൻ കഴിയത്തില്ല. രണ്ടാമത്തെ കാര്യം, യു ഹാവ് ഫ്രീ ആക്സസ് ടു എവറിത്തിങ് ഐ ഹാവ്. എനിക്കുള്ള സകലതും നിനക്ക് ഫ്രീ ആയിട്ട് ആക്സസ് അതിന്മേലുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? ഒരാൾക്ക് വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, റിസീവ് എന്തെങ്കിലും ഒരാളുണ്ട്. രണ്ടാമത്തത് അതിന്റെ റെസിപ്രോക്കേറ്റിങ്ങിന് വേണ്ടി വേറെ ആളുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, നൗ ദാറ്റ് യു ഹാവ് ഫ്രീ ആക്സസ് ടു എവറിത്തിങ് ഐ ഹാവ്, യു ആർ ഓൺ ഈക്വൽ പാർ വിത്ത് മീ. നീ എന്നോട് സമനാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വേറൊരാൾ സമനാണെങ്കിൽ വേറൊരാളോട് ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, ബിക്കോസ് യു ആർ ഈക്വൽ ടു മീ, യു ഡോണ്ട് ഹാവ് ടു ബി ഡിപ്പെൻഡ് ഓൺ മീ എനിമോർ. ഞാൻ ഇല്ലാതെ നിനക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. നിന്റെ എക്സിസ്റ്റൻസിന് ഞാൻ ഇനവിറ്റബിൾ അല്ല, എന്റെ ആവശ്യമില്ല. ഈ 4 അർത്ഥം വരുന്ന ഒരു വാക്കുണ്ട് ഹീബ്രുവിൽ. ആ ഒരു വാക്കാണ് ഒക്കേബ് എന്ന് പറയുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോ കേട്ടോണേ, അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന്, അവിടെ പറയുന്ന കോണ്ടെക്സ്റ്റ് ദൈവമക്കൾ അന്യോന്യം തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ കാരണം ദൈവം സ്നേഹമാണ്. ദ ക്വസ്റ്റ്യൻ ഹൂ ഡസ് ഗോഡ് ലവ്? അന്ന് മനുഷ്യനില്ല. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള കാര്യം പറയുന്നത്. മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ആരെയാ സ്നേഹിച്ചത്? അവിടെയാണ് ദൈവത്തിന്റെ പ്ലൂറാലിറ്റി എന്ന് പറയുന്നത്. ഈ വണ്ണസ് വ്യാപാദിക്കുന്ന ആളുകൾ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല. ആൾക്കാർ എനിക്കറിയേണ്ട കാര്യവുമില്ല. എനിക്ക് വേദപുസ്തകം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ പ്ലൂറാലിറ്റി ഓഫ് എക്സിസ്റ്റൻസ് ആണ് അവിടെ നമ്മൾ കാണിക്കുന്നത്. എന്താ പ്ലൂറാലിറ്റി എക്സിസ്റ്റൻസ്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന് സ്നേഹമാകാൻ കഴിയുന്നത്. അതെങ്ങനെ ദൈവം സ്നേഹമാകുന്നു? പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? പുത്രൻ പറഞ്ഞു. പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ തിരിച്ച് സ്നേഹിക്കുന്നു. ഈ 3 പേരും അന്യോന്യം സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ഗോട്ട് ഇറ്റ്? അതുകൊണ്ടാണ് പിതാവും പുത്രനും സമനായിരുന്നു. പിതാവിനേക്കാൾ താഴെ അല്ല പുത്രനെ പിതാവ് കണ്ടത്, അല്ലേ? അതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ ട്രിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ കം ഓൺ. സോ ദാറ്റ് വാസ് ദ സെക്കൻഡ് തിങ് ഗോഡ് വാസ് ഡൂയിങ്. ആ ദൈവം ഒരു ദിവസം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? തന്റെ ഈ വേൾഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ചെയ്യണം. ഏത് വേൾഡ്? താനും പുത്രനും പരിശുദ്ധാത്മാവും അന്യോന്യം സ്നേഹിക്കുന്നു. ഇനി തങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിന് ഒരു യൂണിവേഴ്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ വേൾഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഈ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യുന്നു? ദൈവം പറയുകയാണ്, 31:1 ആകാശവും ഭൂമിയും സൃഷ്ടിക്കാവുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ സോളാർ സിസ്റ്റമാണ്. ഈ സോളാർ സിസ്റ്റം ഇല്ലെങ്കിൽ ഈ ആകാശമില്ല. ഈ സോളാർ സിസ്റ്റം ഇല്ലെങ്കിൽ ഈ ആകാശമില്ലല്ലോ. നടക്കുന്നില്ല, ഇമ്പോസിബിൾ ആണ്. ഈ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ഓക്കെ, ഈ ആകാശം ഭൂമി സൃഷ്ടിച്ച ദൈവം എന്ത് ചെയ്തു? ദൈവം തീരുമാനിക്കുന്ന let us create a new species who can reflect our likeness and image. നമ്മുടെ ലൈക്നെസ്സും ഇമേജും നമ്മുടെ രൂപവും സാദൃശ്യവും റിഫ്ലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ സ്പീഷീസിനെ നമുക്ക് സൃഷ്ടിക്കണം. ആ ആഗ്രഹത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ പേർപ്പസസ് കേൾക്കണം. ദൈവത്തിന്റെ ഒന്നാമത്തെ പേർപ്പസസ് ദാറ്റ് മാൻ മേ റിഫ്ലക്ട് ഗോഡ്സ് ലൈക്നെസ് ആൻഡ് ഇമേജ്. ദൈവത്തിന്റെ ലൈക്നെസ്സും ദൈവത്തിന്റെ ഇമേജും ദൈവത്തിന്റെ രൂപവും ദൈവത്തിന്റെ സാദൃശ്യവും ലോകത്തിന് കാണിച്ചു കൊടുക്കണം. രണ്ടാമത്തെ പേർപ്പസ് ദാറ്റ് ദേ മേ ഫിൽ ദ എർത്ത്. അവർ ഭൂമിയെ നിറയ്ക്കണം. ഭൂമി അവരെ കൊണ്ട് നിറയണം. അപ്പോ ദൈവത്തിന്റെ രൂപവും സാദൃശ്യം കൊണ്ട് ഭൂമി മുഴുവൻ നിറയും. മൂന്നാമത്തെ പേർപ്പസ് ദാറ്റ് ദേ മേ റെയിൻ ഓവർ എവരിതിങ്. അവർ സകലത്തിന്മേൽ വാഴട്ടെ. ഈ 3 പേർപ്പസിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ദൈവത്തിന് ഇപ്പൊ ഒരു വലിയ വേൾഡ് കിട്ടുന്ന സ്നേഹിക്കാൻ, ദൈവത്തിന്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ. ഓക്കെ, ഇവിടെയാണ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാന് ബ്ലോക്ക്ഡ് ആകുന്നത്. എങ്ങനെ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ബ്ലോക്ക്ഡ് ആകുന്നത്? ഏതും തോട്ടത്തിൽ ആദാവും പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയത് ദൈവത്തിന്റെ തേജസ്സാണ്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോ ഇനി ദൈവം നോക്കിയപ്പോ നോക്കി ഇവരങ്ങ് റിബല്യസ് ആയിട്ട് തിരിഞ്ഞ് ഓരോ ദിവസം കഴിയുമ്പോഴും ദൈവത്തിന്റെ വരെ വിൻ ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിക്ക് അപ്പുറത്താണ് പോകുന്നത്.
അങ്ങനെ പോയി കഴിയുമ്പോൾ ദൈവം തീരുമാനിച്ചു, ഓക്കെ, ലെറ്റ് മീ ഡു വൺ തിങ്, ലെറ്റ് മീ ഹാവ് എ സ്മോൾ ഫാമിലി, ലെറ്റ് മീ ഹാവ് എ സ്മോൾ ഫാമിലി. എനിക്കൊരു കൊച്ചു കുടുംബം ഉണ്ടാക്കാം. അപ്പൊ ആ ഫാമിലി എന്റേതായിക്കോട്ടെ, ബാക്കിയൊക്കെ പൊക്കോട്ടെ. ഇനി എന്നിനോട് വന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ കയറി വരുന്ന ആൾക്കാരെ അനുഗ്രഹം പ്രാപിച്ചാൽ. ശ്രദ്ധിച്ചോണം, ദൈവം ഒരു ചെറിയ കുടുംബം ഉണ്ടാക്കാൻ പോകും, ഫാമിലി, ഹോം. ആ ഹോമിന്റെ ദൈവം അനുഗ്രഹിക്കും. മറ്റുള്ളവർക്കോ ഈ ഹോമിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കാം. ഒന്നിനെ കേട്ടോണം, ഗോഡ് സെഡ് മുഴുവൻ ലോകത്തെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നില്ല. ഐ എം ഗോയിങ് ടു ബിൽഡ് എ സ്മോൾ ഫാമിലി, ലിറ്റിൽ ഹോം. ആ ഹോമിൽ എന്റെ മുഴുവൻ അനുഗ്രഹം മാറും. ബാക്കിയുള്ളവർ അനുഗ്രഹം വേണമെങ്കിലോ അവിടെ വന്ന് അനുഗ്രഹം പ്രാപിക്കാം, അവരിൽ കൂടെ അനുഗ്രഹം പ്രാപിക്കാം. ശ്രദ്ധിച്ചോണം, ഇത് മറന്നു പോകരുത്. ഇനി ആർക്കെങ്കിലും അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ കൂടെ അല്ലാതെ കിട്ടത്തില്ല. ഈ വീട്ടിലെ മുഴുവൻ ദൈവത്തിന്റെ മുഴുവൻ ബ്ലെസ്സിങ്സ് ഈ വീട്ടിനകത്ത് കൊണ്ടുകൊടുക്കാൻ പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ വന്ന് മേടിച്ചോ. അതിന് പുറത്തുനിന്ന് ആരും മേടിക്കുമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ ക്ലാസ് തീരുന്നത് വരെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർത്തു. ഓക്കെ, അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? അബ്രഹാം ദ ഇവ്രീത്ത് നദിക്കക്കരത്ത് നിന്ന് ഒരു മനുഷ്യനെ കൊണ്ടുവരും. അബ്രഹാം, അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ പറയുന്നില്ല. മറ്റ് സമയങ്ങൾ ഒരുപക്ഷെ പറയാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ, റിലവന്റ് ആണെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ പോട്ടെന്ന് വെച്ചേക്കാം. കൊണ്ടുവന്നു. അബ്രഹാമിൽ കൂടെ ദൈവം ഒരു കുടുംബത്തെ എടുത്തു. അപ്പൊ കുടുംബം വളർന്നു വരിക. ആ കുടുംബം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്നറിയുമോ? ഈ കുടുംബത്തിൽ ഒരു മോനുണ്ടാകണം, ഒരു സന്തതി. അത് ദൈവം തന്നെ, ദൈവപുത്രൻ ഈ കുടുംബത്തിലെ സന്തതിയായിട്ട് വരണം. ദൈവപുത്രൻ ഈ കുടുംബത്തിലെ സന്തതിയെ വരണം. നമ്മുടെ സൈനായി ടു അലക്സാണ്ട്രിയയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു. ഈ ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ദൈവപുത്രനുണ്ട്. ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു, ദൈവപുത്രൻ ദൈവത്തോടുകയായിരുന്നു, ദൈവപുത്രൻ ദൈവമായിരുന്നു എന്ന യോഹന്നാൻ എഴുതിയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് ഗ്രീക്കുകാര് കൊളമാക്കിയപ്പോഴാ ആദിയിൽ വചനമായതും, വചനം ദൈവത്തോടുകയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതുപോലെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദിയിൽ ദൈവപുത്രനുണ്ടായിരുന്നു, ദൈവപുത്രൻ ദൈവത്തോടുകയായിരുന്നു, ദൈവപുത്രൻ ദൈവമായിരുന്നു എന്നാണ്. Now let's come back. ഈ പുത്രൻ ജഡപ്പെടുത്തി ഭൂമിയിൽ വന്നു. ഈ ഭൂമിയിൽ വന്നു അബ്രഹാമിന്റെ സന്തതിയായി, അല്ല ഇസ്രയേലിന്റെ വാഗ്ദത്ത മശിഹായി. ഓക്കെ, അപ്പം ഈ പുത്രൻ കൂടെ ഇസ്രയേലിനെ ദൈവം അനുഗ്രഹിക്കുക, കേട്ടോ. ദാറ്റ് ഇസ് ഗോഡ്സ് പ്ലാൻ. ഇസ്രയേലിനെ ദൈവം അനുഗ്രഹിക്കുക എന്നുള്ള ദൈവത്തിന്റെ പ്ലാൻ. അപ്പം ഇനി വേറൊരു കാര്യമുണ്ട്. The father wants to get his son married. He wants to get his son married. തന്റെ മകന് ഒരു കല്യാണം കഴിക്കണം. മകനൊരു കല്യാണം കഴിക്കുന്ന ഒരു ബ്രൈഡിനെ വേണം. ആ ബ്രൈഡിനെ പുത്രന് പിതാവ് കൊടുത്ത സ്വാതന്ത്ര്യം. You can purchase a bride. ഒരു ബ്രൈഡിനെ വിലയ്ക്ക് വാങ്ങാം. എന്ത് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാം? വിത്ത് യുവർ ഓൺ ബ്ലഡ്. ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങാം. മര്യാദയുള്ള വീട്ടിലെ, കൊള്ളാവുന്ന വീട്ടിലെ ചെറുക്കന്മാർ പെൺപിള്ളേരെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരും, അവനവന്റെ വീട്ടിൽ. അല്ലാത്തവനാണെങ്കിൽ കടയുടെ പുറകെ കൂടെ അവളെ വിളിച്ചോണ്ട് പോയി റെയിൽവേ സ്റ്റേഷൻ കയറി ബോംബെക്ക് അവളെ കൊണ്ട്. അവൻ അത്രയ്ക്കുള്ള മാന്യതയുള്ളൂ. പക്ഷെ ഈ ചെറുക്കൻ മാന്യനായതുകൊണ്ട് അവൻ അപ്പനോടും സ്നേഹമുണ്ട്, അവൻ കുടുംബക്കാരനാണ്, കേട്ടല്ലോ. ഈ പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടാണ്. പെണ്ണാരാന്ന് മനസ്സിലായല്ലോ? കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന അവന്റെ കാന്ത. അതിൽ യഹൂദനെന്നും യവനനെന്നുമില്ല, ജ്ഞാനിയെന്നും ബർബരനെന്നുമില്ല, ഒരു വ്യത്യാസമില്ല. കുഞ്ഞാടിന്റെ രക്തത്തിൽ കൂടെ ആർക്കും കാന്തയായി തീരാം. പക്ഷെ കാന്തയായി തീർന്നു കഴിയുമ്പോൾ എവിടെ വരണം? വീട്ടിൽ വരണം, കുടുംബത്ത് വരണം. ഈ കുടുംബം ഏതാ? ഈ കുടുംബമാണ് ഇസ്രയേൽ ഗ്രഹം എന്ന് പറയുന്നത്. കേട്ടോണേ. ഈ കുടുംബത്തിന് ദൈവം സിംബോളിക് ലാംഗ്വേജിൽ ഒരു പേരിട്ടു. ദൈവം ഇട്ട പേര് വേദപുസ്തകത്തിൽ ഈ കുടുംബത്തിന് ഒരു സിംബോളിക് ലാംഗ്വേജ് ഉണ്ട്. ആ സിംബോളിക് നെയ്മാണ് ദി ഒലീവ് ട്രീ, അല്ലെങ്കിൽ ദി നാച്ചുറൽ ഒലീവ് ട്രീ എന്ന് പറയുന്നത്.
സ്വാഭാവിക ഒലിവ് വൃക്ഷം എന്ന് പറയുന്നത്. നമ്മളെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടിരുന്ന കുടുംബത്തിന്റെ കുടുംബപ്പേരാണ് ദി നാച്ചുറൽ ഒലിവ് ട്രീ എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ ഒലിവ് ട്രീ നമുക്കെങ്ങനെ അംഗത്വം കിട്ടിയത്? നമുക്ക് അംഗത്വം കിട്ടാനുള്ള ഒന്നാമത്തെ കാരണം കുഞ്ഞാടിന്റെ രക്തത്തിൽ കൂടെ ഒരു പുതിയ വഴി കിട്ടി. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാൻ പോവാം. റോമാക്കാര് AD 70 ഇസ്രായേൽ ആക്രമിച്ച് ബാൻ ചെയ്തു, യഹൂദനെ ബാൻ ചെയ്തപ്പോ. അപ്പൊ അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് നിൽക്കരുത്, നിങ്ങൾ ഓടിപ്പോക്കോണം എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിരുന്നു. ആരോട് പറഞ്ഞിരുന്നു? തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. അവരാരായിരുന്നു? അവർ മുഴുവൻ യഹൂദന്മാർ, ആ ക്രിസ്ത്യാനികൾ മുഴുവൻ യഹൂദന്മാരായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? അവരിത് കേട്ടോണ്ടിരിക്കുക, വിശ്വസിച്ചിരിക്കുക, യെരുശലേം പിടിക്കപ്പെടും, നഗരം നിരോധിക്കപ്പെടും, സ്ത്രീകളെ വഷളാക്കും, നമ്മളിവിടെ നിൽക്കരുത്, നമ്മൾ ഓടിപ്പോക്കോണം. അവരെന്ത് ചെയ്തു? അത് വിശ്വസിച്ച യഹൂദന്മാര് 3,400 ഫാമിലീസ് യെരുശലേം നഗരത്തിൽ നിന്ന് മാത്രം അവർ ഓടി യോർദാൻ കടന്ന് മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഓക്കെ, അവർ പോയി, അവർ ക്രിസ്ത്യാനികളായിട്ട് ഓടിപ്പോയി. ഇനി യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ, ഈ വാക്ക് വിശ്വസിക്കാനാണ്, ഒന്ന്, കർത്താവിനെ രക്ഷിതാവ് സ്വീകരിച്ചില്ല. 2, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചില്ല. 3, കർത്താവ് പറഞ്ഞ വചനപ്രകാരം ഓടിപ്പോകാൻ തയ്യാറായില്ല, റിബല്യസ് ആയില്ല. അവിടെ നിന്ന് മുഴുവനത്തിനെ കൊന്നു കളഞ്ഞു. വെട്ടി ചോര വീണ് ചോര കുതിരയുടെ കടിഞ്ഞാണോളം യെരുശലേം നഗരത്തിൽ കണ്ടിരുന്നു. അവരെയാണ് ഈ നാച്ചുറൽ ഒലീവ് ട്രീയിൽ നിന്ന് ഒടിച്ചു കളഞ്ഞ ബ്രാഞ്ചസ്. അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞു പോയിട്ട് അതിന് പകരം എന്ത് ചെയ്തു? ഈ കുഞ്ഞാടിനെ വിശ്വസിച്ച ആളുകൾ, യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, ജ്ഞാനിയെന്നോ ബർബരനോ എന്നില്ല, ധനികനെന്നോ ദരിദ്രനോ എന്നില്ല, എണ്ണമില്ല ഗോത്ര ഭാഷ വംശജാതികളിൽ നിന്ന് എണ്ണമില്ലാ ജനത്തെ വിശ്വാസം മൂലം ഈ ഒലിവതയിൽ ഒട്ടിക്കാൻ ദൈവത്തിന് പ്രസാദമായി, ഗ്രാഫ്റ്റ് ചെയ്യാൻ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ the first thing you must understand, be humble enough to understand, നിനക്ക് ഒരു റൂട്ട് നിന്റേതായി ഇല്ല, നിനക്ക് നിന്റേതായ ഒരു ബേസിസ് ഇല്ല, നിനക്ക് നിന്റേതായ എക്സിസ്റ്റൻസും ഇല്ല. നീ ആരായിരുന്നു? ആ കാലത്ത് ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവൻ, ഇസ്രായേൽ പതിനോട് സംബന്ധമില്ലാത്തവൻ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യൻ, പ്രത്യാശയില്ലാത്തവൻ, ലോകത്തിൽ ദൈവമില്ലാത്തവൻ. അതാണ് നമ്മുടെ ബാക്ക് ഹിസ്റ്ററി. കാട്ടൊലിവ് അവിടെ നീ ഒടിച്ചെടുത്തിട്ട് സ്വഭാവത്തിന് വിരുദ്ധമായ നാട്ടൊലിവിനോട് ചേർത്ത് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തു. എന്തിനാ ഗ്രാഫ്റ്റ് ചെയ്തത്? പർപ്പസ് നമ്പർ 1, ഇനിയും നീ മുമ്പായിരുന്ന കാട്ടൊലിവിന്റെ ഫലം പുറപ്പെടുവിക്കരുത്. കാട്ടൊലിവിന്റെ ഫലം പുറപ്പെടുവിക്കരുത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിനോട് പ്രസംഗിച്ച പുറത്ത് പറയുക, കത്തോലിക്ക സമുദായത്തിന് രക്ഷിക്കപ്പെട്ട പെന്തക്കോസ്തി വന്ന ഒരു പ്രിയ സഹോദരി ലണ്ടനിൽ വന്ന് നേഴ്സൊക്കെ ആയി കുറച്ചാൾ കഴിഞ്ഞപ്പം നാട്ടിലോട്ട് ഹോളിഡേയ്സ് പോകുന്ന നേരത്ത് കൂട്ടുകാരോട് പറയുക, നാട്ടിൽ ചെന്നിട്ട് വേണം ആ കള്ളിഷാപ്പിലെ മീൻകറിയും കപ്പയും ഒന്ന് വരുത്താൻ. മനസ്സിലായേ? മുമ്പ് അത് വരുത്തുമായിരുന്നിരിക്കാം, കഴിക്കുമായിരുന്നിരിക്കാം, എനിക്കറിയത്തില്ല. ഇവിടെ വന്നു, ഇപ്പൊ കുറച്ചാളെ പെന്തക്കോസ്തിലുണ്ടൊന്നും പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴും ഓർമ്മയെന്നറിയാമോ, ആ ഷാപ്പിലെ മീൻകറി, ആ കള്ളും ആ കപ്പയും ഒക്കെ നാട്ടിൽ ചെന്നിട്ട് വേണം, ഹോളിഡേയ്സിന് അല്ലേ, നാട്ടിൽ ചെന്നിട്ട് വേണം ഷാപ്പിലെ കപ്പയും മീൻകറി വരുത്താൻ. എന്റെ പൊന്നു ദൈവമക്കളെ, അവർ വിട്ടുപോകുന്നതിന് ഓർത്തെങ്കിൽ മടങ്ങിപ്പോകുവാൻ വകയുണ്ടായിരുന്നു. അവരോ
അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ദൈവം താൻ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ആർക്കായി വിട്ടുപോകുന്നതിന് ഓർക്കാത്തവർക്കായി. ഇനി ആ കാട്ടൊലിവിന്റെ ഒരു കാര്യം എനിക്ക് പറയാനില്ല. ആ കാട്ടൊലിവിന്റെ ഒരു ശ്രേഷ്ഠത എനിക്ക് പറയാനില്ല. കാട്ടൊലിവിന്റെ കുടുംബ പാരമ്പര്യം പറയാനില്ല. കാട്ടൊലിവിന്റെ പൈതൃകം പറയാനില്ല. കാട്ടൊലിവിന്റെ ഒന്നും എനിക്ക് പറയാനില്ല. എന്റെ സ്വഭാവത്തിന് വിരുദ്ധമായ വേറൊരു എന്നെ ഒരുത്തൻ ഗ്രാഫ്റ്റ് ചെയ്തു എന്ന് ഉള്ളത് കൊണ്ട്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇനിയും താങ്കൾക്ക് ഉള്ളവർ അല്ല. ഹല്ലേലൂയ. വലിയ മീറ്റിംഗിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നീ ഇനിയും പഴയ കാട്ടൊലിവല്ല. പ്ലീസ്, ആ പഴയ കാര്യം ഇനി പറയരുത്. രണ്ടാമത്തെ purpose, you have to go down to the root of the natural olive tree. ഈ സ്വാഭാവിക ഒലിവ് മരത്തിന്റെ റൂട്ടിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. എന്തിന്? അവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഈ സ്വാഭാവിക ഒലിവ് ട്രീയുടെ റൂട്ടാണ് വിശുദ്ധ വേദ പുസ്തകം. അവിടേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. അവിടേക്ക് നീ ഇറങ്ങിച്ചെല്ലുമ്പോ നിനക്ക് അവിടുന്ന് ഫുഡ് ഇൻസ്പയർ ചെയ്യാൻ കഴിയും. എവിടെ നിന്ന്? ആ ഒലിവ് വൃക്ഷത്തിന്റെ വേരിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. ഈ ഒലിവ് വൃക്ഷത്തിന്റെ വേരിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുന്നതിന് പകരം നിനക്ക് ഇറങ്ങിച്ചെല്ലാൻ വേറെ ചില കാര്യങ്ങൾ ഇപ്പം ലോകം തരുന്നുണ്ട്. അതിനാണ് വേദശാസ്ത്രം എന്ന് പറയും. വേദപുസ്തകമല്ല, വേദശാസ്ത്രം. ദൈവം എഴുതിയല്ല, മനുഷ്യൻ എഴുതിയതാണ്. ദൈവത്തിന്റെ പുസ്തകമല്ല, മനുഷ്യന്റെ പുസ്തകം. അത് പഠിക്കാൻ നിനക്ക് വലിയ ഡിഗ്രി കിട്ടും. മനസ്സിലായോ? BTH, MTH, BD, കാടി, കീടി, കൂടി, ഡി, മിന്ന് ഇതൊക്കെ കിട്ടും. ഈ വേദപുസ്തകം പഠിച്ചാൽ ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ നീ വളർന്നു വരും. മനുഷ്യന്റെ പുസ്തകം പഠിച്ചാൽ അത്രയും കിട്ടും. അപ്പം സ്വാഭാവിക ഒലിവ് മരത്തോട് നിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് നീ അതിന്റെ റൂട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാണ്. റോമാലേഖനം വായിക്കും, മനസ്സിലാവും. ഇനി മൂന്നാമത്തെ പർപ്പസ്, അവിടെ നീ ഫലം കായ്ക്കണം. ഏത് ഫലം കായ്ക്കണം? 3 തരം ഫലം കായ്ക്കണം. ഗലാത്യലേഖനം വായിച്ചോണം. ആ 3 തരം ഫലത്തിൽ the first 3 fruits are towards you, and the second 3 fruits are towards God, and the third 3 towards the humanity or mankind. ഈ 3 കൂട്ടർക്കും നീ ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം. ദൈവം ഏത് 3 കൂട്ടർക്ക്? ദൈവത്തിന് നീ ഫലം കായ്ക്കണം. 2, നിനക്ക് തന്നെ നീ ഫലം കായ്ക്കണം. 3, സമൂഹത്തിന്, മനുഷ്യരാശിക്ക് നീ ഫലം കായ്ക്കണം. 3 ഫലം നിനക്ക്, 3 ഫലം ദൈവത്തിന്, 3 ഫലം മനുഷ്യർക്ക്. ഗലാത്യലേഖനം ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ആത്മാവിന്റെ ഫലമോ എന്ന് പറയുന്ന 9 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തോ ചെയ്യണം? ഈ ഫലങ്ങളെ നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ഇതിനാ നമ്മളെ കൊണ്ടുവന്നത്. എവിടാ കൊണ്ടുവന്ന് മനസ്സിലായല്ലോ? കുടുംബത്ത് കൊണ്ടുവന്നിരിക്കുക, അല്ല ബോംബെ കൊണ്ടുപോകുകയല്ല, കുടുംബത്ത് കൊണ്ടുവന്നിരിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പറയത്തില്ല, നിങ്ങൾ കേട്ടുള്ളതും ചിലപ്പം കാണാൻ സാധ്യതയുള്ളതായ ഒരു അലിഗറി പറയാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലെന്ന് നിങ്ങൾ വെച്ചേ അത്ര അങ്ങ് ഡിലീറ്റ് ചെയ്ത് തരാം. ഇനി ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ ദോസ് തിങ്സ് ദാറ്റ് ഹേർട്ട് ഇൻസ്ട്രക്ട് എന്ന് ഏറ്റവും വലിയ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയ സ്കോട്ട് ബക്ക് പറഞ്ഞത്, ദോസ് തിങ്സ് ദാറ്റ് ഹേർട്ട് ഇൻസ്ട്രക്ട് എന്ന്. നമ്മളെ മുറിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്ന പ്രയോജനം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പാഠം പഠിക്കാനുള്ളത്. എൻ്റെ കഥ ഇങ്ങനെ, എൻ്റെ അലിഗോറി, ഒരു അമേരിക്കയിലുള്ള ഒരു മലയാളിയായ അല്ലെങ്കിൽ എവിടുത്തുകാരനായ ഒരു മഹാനായ, മാന്യനായ, വിദ്യാസമ്പന്നനായ, ധനികനായ ഒരു ചെറുപ്പക്കാരൻ
അവൻ്റെ അപ്പനും അമ്മയും കൂടെ നാട്ടിൽ വന്നപ്പോൾ എന്തെന്നറിയാമോ, ഒരു വീട്ടിൽ ചെന്ന് ഇവൻ്റെ ഒരു പെണ്ണിനെ കണ്ടു. ഈ പെണ്ണിന് ഇവരുടെ മുറ്റത്ത് വരാനുള്ള യോഗ്യത. പക്ഷെ എന്തെന്നറിയാമോ, ഈ പെണ്ണിനെ കണ്ടപ്പം ഇവളെ കല്യാണം കഴിക്കാൻ അപ്പൻ പറഞ്ഞു. അവനും പറഞ്ഞു, അപ്പം എനിക്ക് സമ്മതം. അപ്പോഴപ്പൻ ഇവനോട് ഒരു കാര്യം ചെയ്യും, എഗ്രിമെന്റ് കൊടുക്കുക, എഗ്രിമെന്റ് ചെയ്യാൻ പറഞ്ഞു. എഗ്രിമെന്റ് ഇട്ടു. ചോര കൊണ്ട് ബലമുള്ള എഗ്രിമെന്റ് അങ്ങനെ നോട്ടെ കൊടുത്തിട്ട് പോയി, കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞു പോയി. ഈ ചെറുക്കൻ ഇവന് തമ്മിൽ വലിയ സ്നേഹമാണ്. ഇവക്കൊരു ഗുണമുണ്ട്. എന്നാ ഗുണം എന്നറിയാമോ? ഈ ചെറുക്കന്റെ വീട്ടുകാർ ഒരെണ്ണത്തിനെ കണ്ണെടുത്ത കാണും. മനസ്സിലായോ? ചെറുക്കൻ്റെ അമ്മ, അപ്പൻ, സഹോദരങ്ങൾ, വീട്ടുകാര്, ബന്ധുക്കൾ, മിത്രങ്ങൾ എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചുള്ള പിശാചുക്കളാണ്. മനസ്സിലായോ? അവളെ സംബന്ധിച്ചുള്ള പിശാചുക്കളാണ്. ഇവരുടെ ആരുടെയെങ്കിലും പേര് ഈ ചെറുക്കൻ മിണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ സ്വഭാവം മാറും. ഇവക്ക് ഏറ്റവും വിരോധം ആരാണെന്നറിയാമോ? ഇവന്റെ വീട്ടുകാരോടാ. ഇവന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവക്ക് കലിപ്പാണ്. അതുകൊണ്ട് അവള് പറയുന്നത് ലോകത്തിൽ ഏറ്റവും ദുഷ്ടന്മാര് ഇവളുടെ കെട്ടിയവനാകാൻ പോകുന്നവന്റെ വീട്ടുകാരാണ്. ലോകത്തിലെ ഏറ്റവും ദുഷ്ടന്മാര് ഇവന്റെ വീട്ടുകാരാണ്. ഓക്കെ, നിങ്ങൾ അങ്ങ് ഡിസൈഡ് ചെയ്തോണം കേട്ടോ. ഞാനൊരു ഡിസൈഡ് ഞാൻ അത് ഡിസൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത് ഡിസൈഡ് ചെയ്യാനുള്ള അറിവുള്ള ആൾക്കാരുണ്ട്. ഇതാ ഇവളുടെ സ്വഭാവമെങ്കിൽ, ഇതാ ഇവളുടെ സ്വഭാവം എങ്കിൽ ഈ ചെറുക്കൻ, ഈ ചെറുക്കൻ്റെ അപ്പൻ ഈ ചെറുക്കന് ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ കമ്മിറ്റ്മെന്റ് അവർ ഫുൾഫിൽ ചെയ്യുമോ? അത് നിങ്ങളങ്ങ് തീരുമാനിച്ചോളാം. ഇനി രണ്ടാമത്തെ ഒരു സിനാറിയോ ഞാൻ പറയാൻ പോവാം. കല്യാണം കഴിച്ചുകൊണ്ടുള്ളത് ഒരു വീട്ടിൽ കല്യാണം നടന്നു. അപ്പൊ നല്ല ചെറുക്കനാണെന്നുള്ളതുകൊണ്ട് ഈ പെണ്ണിന്റെ അപ്പൻ വസ്തു പണയം വെച്ച് പെമ്പറന്നടുത്ത് കെട്ടുനാലിയും കൊണ്ട് മുത്തൂട്ടി ജോർജിന്റെ അവിടെ കൊണ്ട് പണയം വെച്ച്, കറക്കുന്ന പശുവിനെയും വെച്ച്, ഉരുളിയും പണയം വെച്ച്, നാട്ടുകാരുടെ കൂടെ കളം പിടിച്ച് ഉണ്ടാക്കാവുന്ന കാശ് മുഴുവൻ ഉണ്ടാക്കി ഇവർ ചോദിച്ച പൈസ മുഴുവൻ സുധീരൻ കൊണ്ട് കൊടുത്ത് കല്യാണ ചെലവ് നടത്തി ഈ പെണ്ണെ കെട്ടിച്ചു. ഈ പെണ്ണെന്തിനാ ഈ വീട്ടിൽ വന്നത്? ജീവിക്കാനാണല്ലേ. ഈ ചെറുക്കൻ്റെ തന്തയും തെള്ളം തീരുമാനിക്കണം, എനിക്കൊരു മോനുണ്ട്, ഞങ്ങളെ അന്വേഷിക്കേണ്ട മോനാണ് ഇവൻ, ഞങ്ങളെ അന്വേഷിച്ചിട്ട് കഴിഞ്ഞാൽ മതി, ഇവൻ കല്യാണം കഴിക്കണ്ട, ഇവൻ കല്യാണം കഴിക്കണമെന്നേ, ഇവൻ ഞങ്ങളെ അന്വേഷിച്ചാൽ മതി, ഞങ്ങളല്ലേ ഇവനെ കൊച്ചിനെ വളർത്തിയത് എന്ന് ഈ അപ്പനും അമ്മയ്ക്ക് തീരുമാനിക്കാം. ചെറുക്കനെ കല്യാണം കഴിപ്പിക്കാതിരിക്കാം. അത് ചെയ്യത്തില്ല. ചെറുക്കനെ കല്യാണം കഴിപ്പിച്ചോക്കത്തുള്ളൂ. ഈ ചെറുക്കനെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഈ ചെറുക്കൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ലൊരു സ്ത്രീ ആ നാട്ടിലില്ല കേട്ടോ. പക്ഷെ ഇവളൊരു പിശാചാകും, ഭദ്രകാളിയാകും. എപ്പോഴാണെന്നറിയാമോ? ഈ ചെറുക്കൻ കല്യാണം കഴിച്ചിട്ട് വന്ന് 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത്രയും നല്ല ഈ അമ്മച്ചി സഹോദരി പാട്ടും പ്രാർത്ഥനയും സാക്ഷ്യവും കർത്താവിന് വേണ്ടി കൊടുക്കുന്നു, ദേവദാസന്മാരെ ആദരിക്കുന്നു, പാസ്റ്റർക്ക് മുട്ട പുഴുങ്ങി കൊടുക്കുന്നതും പാസ്റ്റർ അമ്മയ്ക്ക് മുട്ട വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതും ഏത്തക്ക പുഴുങ്ങി കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഈ അമ്മച്ചിയെ പോലും നല്ല അമ്മച്ചി ലോകത്തില്ല. ഈ അമ്മച്ചി പിശാചാകുന്ന എപ്പോഴാണെന്നറിയാമോ? സ്വന്തം മരുമോളെ കാണുമ്പോഴാണ്. മരുമോളെ കാണുമ്പോഴാണ്. ഇവൾക്ക് ഒരു സ്വസ്ഥത കൊടുക്കത്തില്ല, ഒരു സ്വസ്ഥത ഈ തള്ള കൊടുക്കത്തില്ല. അവളെ തൊടുന്നതും പിടിക്കുന്നതും എടുക്കുന്നതും തിരിയുന്നതും പറയുന്നതും സകലതും ഇവരെ സംബന്ധിച്ചോളം, ഈ തള്ളയെ സംബന്ധിച്ചോളം അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാ മോനെ ഇവളെ കൊണ്ട് കെട്ടിച്ചത്. ഇവളെക്കാട്ടി നല്ല വേറൊരു പെണ്ണെ കിട്ടുമോ? ഇവളേക്കാൾ ഇപ്പോഴായി പോയല്ലോ. സ്വസ്ഥത കൊടുക്കത്തില്ല. ഞാൻ കേരളത്തിൽ പലരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കാണാതിരിക്കാൻ സാധ്യതയില്ല, നിങ്ങൾ എന്നെക്കാട്ടി വർഷം കേരളത്തിൽ താമസിക്കുന്നില്ല. ഈ കല്യാണം എവിടെ ചെന്ന് അവസാനിക്കും നിങ്ങൾ ആലോചിച്ചോ. ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഇനി എന്റെ ടോപ്പിക്സ് ഒലിവ് ട്രീ മീറ്റിംഗ്. ഒലിവ് ട്രീ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ഒലിവ് ട്രീയിലേക്ക് ചില ബ്രാഞ്ചസിനെ ഒടിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്തു? അവിടെ വരാൻ അർഹതയില്ലായിരുന്ന വേറെ ചില ബ്രാഞ്ചസിനെ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. ആ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചത് മുതൽ ഈ വീട്ടിൽ പ്രശ്നമാണെന്ന്
ഈ വീട്ടിൽ അടിയാ. ആര് തമ്മിൽ? ബിറ്റ്വീൻ ദി അഡോപ്റ്റഡ് ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി മെമ്പേഴ്സ്. അഡോപ്റ്റഡ് ചിൽഡ്രനും ഫാമിലി മെമ്പേഴ്സും തമ്മിൽ, ദത്തരത്തെ കുഞ്ഞുങ്ങളും കുടുംബത്തിലെ പിള്ളേരും തമ്മിൽ ഡെയിലി അടിയാ. ഇനി കേട്ടോണം, ഈ അടിയുടെ ചരിത്രമാണ് കഴിഞ്ഞ 2000 വർഷത്തെ ലോക ചരിത്രം. ഈ അടിയുടെ ചരിത്രമാണ് കഴിഞ്ഞ 2000 വർഷത്തെ ക്രിസ്ത്യൻ ഹിസ്റ്ററി. ഈ അടിയുടെ ചരിത്രമാണ് കഴിഞ്ഞ 2000 വർഷത്തെ ജൂവിഷ് ഹിസ്റ്ററി. Now there is a question. അഡോപ്റ്റഡ് ചിൽഡ്രൻ ആരാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആരാ? നമ്മളാ. ഫാമിലി മെമ്പേഴ്സ് ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞു. യഹൂദനാ. നാച്ചുറൽ ഒലിവ് ആരാണെന്ന് പറഞ്ഞു. അത് യഹൂദനാ. നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞു. നമ്മൾ എവിടാ? ഈ മരത്തിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ എക്സിസ്റ്റൻസ് എന്തിയെ? നമ്മളുടെ എക്സിസ്റ്റൻസ് എന്തിയെ? നമ്മുടെ ബേസിസ് എന്തിയെ? നമ്മൾ എന്തായിരുന്നോ അവിടെ നിന്ന് നമ്മളെ ഒട്ടിച്ച് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചതാ. Now the question, ഇതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട, ഫൈനൽ നിങ്ങൾ ഇത് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. വാട്ട് ആർ വി ഗോയിങ് ടു ഡു ഹിയർ? ക്വസ്റ്റ്യൻ നമ്പർ 1, അടി ഉണ്ടാക്കാൻ പോവുക. ഈ കുടുംബത്തിൽ അടി ഉണ്ടാക്കാൻ പോവുക. എന്താ അടി ഉണ്ടാക്കാൻ പോകുന്നത്? അടി ഉണ്ടാക്കുന്ന വരും. നടക്കത്തില്ല. ഈ മോനെ ഞങ്ങൾക്ക് ഇഷ്ടം, എന്റെ കെട്ടിയോനാ ഇഷ്ടം, കർത്താവിനെ എനിക്കിഷ്ടമാണ്, കർത്താവ് നമ്മൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ കർത്താവിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞ കൂട്ടുണ്ടല്ലോ, അവരെ ഞാൻ വെറുതെ വിടത്തില്ല. കെട്ടിയവന്റെ തള്ളയുണ്ടല്ലോ, ഇവക്ക് ഞാൻ വെള്ളം കൊടുക്കത്തില്ല. കെട്ടിയവർ എല്ലാം എടുത്തു കൊടുക്കും. തുണിയൊക്കെ തേച്ച് കൊടുക്കും, ഉടുപ്പൊക്കെ വൃത്തിയായി കഴുകി കൊടുക്കും, കാലൊക്കെ തിരുമ്മി കൊടുക്കും, നല്ല മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയൊക്കെ അരച്ചു കൊടുക്കും, മീനൊക്കെ വറുത്ത് പ്രത്യേകം കൊടുക്കും. കെട്ടിയവനോട് വലിയ ഇഷ്ടം. പ്രോബ്ലം ആരോടാണ്? വീട്ടുകാരോട്. നടക്കത്തില്ല. ഒലിവ് ട്രീ മീറ്റിംഗ്സ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് നേതൃത്വം പറഞ്ഞത്, ഈ റിഫ്റ്റ് ഇങ്ങനെ പോയിട്ട് ഇവർ തമ്മിൽ പൂർണ്ണമായ അകൽച്ച ഉണ്ടാകും. സെന്റ് അഗസ്റ്റിനോട് കൂടാണെന്ന് പറഞ്ഞു. സെന്റ് അഗസ്റ്റിനെ ഡിക്ലെയർ ചെയ്തത് തല്ലി പൊളിക്കണം ഇവന്റെ സിനഗോഗ് മുഴുവൻ, അടിച്ചു കൊല്ലണം കാണുന്ന യഹൂദനെ മുഴുവൻ, നശിപ്പിച്ചു കളണം ഈ വർഗത്തെ മുഴുവൻ എന്ന് പറഞ്ഞത്. അതങ്ങനെ പോയി അവസാനം അത് ഏറ്റെടുക്കുന്നത് ജർമ്മനിയിലെ മാർട്ടിൻ ലൂഥറാണെന്ന്. മാർട്ടിൻ ലൂഥറിന് ഇൻസ്പിറേഷൻ ഇട്ടെടുത്തുകൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ യഹൂദനെ കൊന്നെടുക്കാൻ പറഞ്ഞ കാര്യവും ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ വെളിച്ചത്തിൽ ഞാൻ 5 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 3ാമത്തെ കാര്യം കഴിഞ്ഞ ആഴ്ച പാർഷ്യലായിട്ട് പറഞ്ഞു, മുഴുവൻ പറഞ്ഞില്ല. അടുത്ത സ്ക്രീനിലൊക്കെ വന്നിട്ട് നമുക്ക് ക്ലാസ് നിർത്താനുള്ള സമയമായെന്ന് എനിക്കറിയാം. ഓക്കെ, 1ാമത്തെ കാര്യം, ദ ചർച്ചസ് ഡെറ്റ് ടു ഇസ്രായേൽ. ഇസ്രായേൽ എന്ന നമ്മുടെ കുടുംബത്തോട് നമുക്കൊരു കടമുണ്ട്, ഡെറ്റുണ്ട്, കടം. പൗലോസ് പറഞ്ഞു, ഞാൻ കടക്കാരനെന്ന് പറഞ്ഞു. ഐ എം എ ഡെറ്റർ ഫസ്റ്റ് ടു ദ ജ്യൂ ആൻഡ് ദെൻ ടു ദ ജെന്റൈൽ. ആദ്യ യഹൂദനും പിന്നെ യവനനും ഞാൻ കടക്കാരനാന്ന് പറഞ്ഞു. പൗലോസ് കടക്കാരനാണെങ്കിൽ നമ്മൾ കടക്കാരനാണോ? നമ്മൾ കടക്കാരാണ്. നിന്നെ റിയൽ ഒലിവ് ട്രീയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണെങ്കിൽ നീ ആ കുടുംബത്തോട് ഒരു ഡെറ്റർ കടം നിനക്കുണ്ട്. നമ്പർ 2, ദ ചർച്ചസ് ഡിപ്പെൻഡൻസ് ഓൺ ഇസ്രായേൽ. നമ്മൾക്ക് ഇസ്രായേലിനോട് ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ 1ാമത്തെ പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്നൊരു വിശ്വാസം. അത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 3, ദ ചർച്ചസ് ഡേഞ്ചർ ഫ്രം ഇസ്രായേൽ. അതാ കഴിഞ്ഞ ദിവസം ഞാൻ പറയാൻ തുടങ്ങി, അങ്ങോട്ട് ഇപ്പൊ വരാൻ പോവാം. 4ാമത്തെ കാര്യം, ദ ചർച്ചസ് ഡ്യൂട്ടി ടു ഇസ്രായേൽ. ഇസ്രായേലിനോട് നമുക്കൊരു ഡ്യൂട്ടി, ഒരു ദൗത്യമുണ്ട്. 5ാമത്തത്, ഇസ്രായേലുമായി എൻടാങ്കിൾഡ് ആയ ഒരു ഡെസ്റ്റിനി നമുക്കുണ്ട്. ഒരു ഡെസ്റ്റിനി ഇസ്രായേലുമായിട്ട് എൻടാങ്കിൾഡ്. ദൈവമക്കളെ ദയവായിട്ട് മനസ്സിലാക്കണം, ഇസ്രായേലിൽ നിന്ന് ഡിസെൻടാങ്കിൾഡ് ആയിട്ട് നമുക്ക് ഒരു ഇറ്റേണിറ്റി ഇല്ല.
We don't have an eternal life. Disentangled from Israel. ഇസ്രായേലിൽ നിന്ന് ഡിസെൻടാങ്കിൾ ചെയ്ത ശേഷം എൻ്റെ ആദ്യത്തെ കമന്റ് ഓർക്കുന്നുണ്ട്, അവന്റെ വഴിക്ക് പോട്ടെ, ഞാനും എൻ്റെ കർത്താവ്. യഹൂദൻ പറഞ്ഞത് എനിക്ക് കേൾക്കേണ്ട കാര്യം, അവൻ എന്നെ പട്ടീന്ന് വിളിച്ചില്ല, അവൻ്റെ ആളൊന്നും കൊണ്ടുവന്ന് എനിക്ക് വേണ്ട, അവൻ്റെ കീബറും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ച് സേവിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് മറുപടി പറയുന്നുണ്ട്, അവനവൻ്റെ പാട്ടിന് പോട്ടെ. ഇസ്രായേലുമായിട്ട് ഡിസെൻടാങ്കിൾ ചെയ്യുക. എനിക്ക് അവനുമായിട്ട് ബന്ധമില്ല. അവനുമായിട്ട് ബന്ധമില്ലാതെ നമുക്ക് ഇറ്റേണിറ്റി ഇല്ല. We don't have an eternity being disentangled from Israel. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇനി എനിക്ക് കർത്താവ് സഹായിച്ച 3 ക്ലാസ് ഉണ്ട്. ആ 3 ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് തീരുന്നതിന് മുമ്പ് ഞാൻ അവർ ഡേഞ്ചർ ഫ്രം ഇസ്രായേൽ എന്നുള്ളതിന്റെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് ഓടിച്ച് നിങ്ങളോട് പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങളൊക്കെ പേരൻസ് ആണ്. ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ മക്കള് തെറ്റ് ചെയ്ത് നിങ്ങൾ അവരെ ശിക്ഷിക്കും, വടിയെടുത്ത് നല്ല അടി കൊടുക്കും. ചിലപ്പോൾ സ്കൂളിലെ അധ്യാപകൻ അവനെ പിടിച്ച് 2 അടി കൊടുത്താൽ നമുക്ക് സങ്കടമാണെങ്കിലും അവൻ കുരുത്തക്കേട് കാണിച്ചിട്ടില്ല, പഠിക്കാനിട്ടില്ല, അടിച്ചോട്ടെ. അതിനപ്പുറം നിങ്ങളുടെ മോനെ എന്ത് തെറ്റ് ചെയ്താലും അവനെ നിങ്ങൾ ആരെങ്കിലും അനുവദിക്കണം. നിങ്ങൾ മോൻ തെറ്റ് ചെയ്തതിന് നിങ്ങൾ ചൂരക്കം പോയിട്ട് 2 അടി അടിച്ചു. ഉടനെ അബദ്ധമില്ല, അവറാച്ചം എന്ന് പറഞ്ഞു, തോമസൂട്ടി ഇവനെ ചൂരക്കം പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല, എൻ്റെ ഇരുമ്പോടി ഇരിപ്പുണ്ട്, ഇങ്ങോട്ടോ ഞാൻ ഇവനെ കാച്ചാം. അപ്പൊ അങ്ങനെയാണ് തോമസൂട്ടി ആ ഇരുമ്പോടി കൊണ്ട് ഇവന്റെ നടു അടിച്ചു ഓടിച്ചാട്ടോ എന്ന് നമ്മൾ പറയുമോ? ഇരുമ്പോടിയോ? നീ നിന്റെ പണി നോക്കണമെന്ന് പറയും. എൻ്റെ മോനാ, അവനെ അടിക്കണമെങ്കിൽ ഞാൻ അടിച്ചോളാം, നീ ആരാണ് അവനെ മേത്ത് തുടർന്നു? ഞാൻ മനസ്സിലാക്കും, നിങ്ങൾ ജെനുവിൻ പേരന്റ് ആണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ തൊടാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല, നിങ്ങൾ ജീവനോടെ ഉള്ളിടത്തോളം കാലം. ഇതാണ് സ്വർഗീയ പിതാവ്. തൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയാണ് ഇസ്രയേൽ അൺകണ്ടീഷണലി. അവരെന്ത് തെറ്റ് ചെയ്താൽ ദൈവം അവരെ ശിക്ഷിക്കും. ലോകത്തിൽ ആർക്കും കിട്ടാത്ത ശിക്ഷ അവർക്ക് കിട്ടുന്നു. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. ഇനി ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോകും, കേട്ടോണം. ഇത് കണ്ടുകൊണ്ട് വഴിയെ പോകുന്ന ആരെങ്കിലും അവന്റെ നേരെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് മീ ഔട്ട് ഫ്രം യുവർ ഹിസ്റ്ററി ബുക്സ് ആൻഡ് റെഫറൻസസ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹിസ്റ്ററി ബുക്സിൽ നിന്ന് റെഫറൻസിൽ നിന്ന് ചെക്ക് ചെയ്തോളാം. ആരെങ്കിലും ഒരു ഇസ്രയേലിനെതിരെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ ആ കൈ പിന്നെ പൊങ്ങിയിട്ടില്ല. ആ വർഗം ഈ ലോകത്തുണ്ടായിട്ടില്ല. തോട്ടച്ചങ്ങ് കളയുക ദൈവം, തോട്ടച്ചങ്ങ് തീർക്കുക. ഞാൻ ഇച്ചിരി ചരിത്രം നിങ്ങളോട് പറയാൻ പോവാ. ഇസ്രയേലൊരു ജാതിയായിരിപ്പാവണം അവനെ മുട്ടിച്ചു കളയുക. അതിന്റെ എവിഡൻസ് ഒക്കെ അടുത്ത ക്ലാസ് ഞാൻ തരാം എന്ന് പറഞ്ഞ ആദ്യം ശത്രു എഴുന്നേറ്റത് മിസ്രൈമില, ഈജിപ്തില. ഇനി നിങ്ങൾ ഈജിപ്ഷ്യൻ ഹിസ്റ്ററി ആൻഡ് ഈജിപ്റ്റോളജി എടുത്തോളൂ. അടുത്ത ക്ലാസ്സിലേക്ക് റെഫറൻസിലേക്ക് വരാം. ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. ഈജിപ്ഷ്യൻ എന്നൊരു വർഗം ഇന്ന് ഭൂമിയുടെ മുഖത്ത് ഇല്ല. ഈജിപ്ഷ്യൻ മുഴുവൻ ആരബ്സാണ്. ആ പഴയ ഈജിപ്ഷ്യൻസ് എന്തിയെ? പിരമിഡ്സ് കണ്ടുപിടിച്ചവര്, എഴുത്തും വായനയും ആരംഭിച്ചവര്, സയൻസസ് അവിടെ ആണല്ലോ തുടങ്ങിയത്, അല്ലേ? അതായിരുന്നല്ലോ അറിവിന്റെ പിള്ളത്തൊട്ടിൽ. ആ ഈജിപ്ഷ്യൻസ് എന്തിയെ? കമോൺ, വേർ ആർ ദേ? അങ്ങ് തുടച്ച് കളഞ്ഞ് ഈ ഭൂമിയുടെ മുഖത്ത് നിന്ന്. കാരണം എന്താ? തൻ്റെ ജനത്തിനെതിരായിട്ട് കൈവെക്കാൻ അവർ തീരുമാനിച്ചുകൊണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ എക്സാമ്പിൾ പറയാം. ചെക്ക് മീ ഔട്ട് ഫ്രം യുവർ ഹിസ്റ്ററി റെഫറൻസസ്. രണ്ടാമത്തെ പറയാൻ പോവാ. യഹൂദനെ പറിച്ചു കളയുമെന്ന് പറഞ്ഞ ആര് വന്നത്? സെൻഹെരീബ് അടക്കം വരുന്ന അശൂർ സൈന്യം വന്നത്. എൻ്റെ ഒരുപാട് പ്രസംഗങ്ങളും ബൈബിൾ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എത്ര പറഞ്ഞാലും എനിക്ക് ഒതുങ്ങി വരത്തില്ല. അശൂർ എന്ന് പേരെഴുതി വെക്കാൻ ഒരു 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 പിഞ്ച് ഓഫ് ലാൻഡ് ഇന്ന് ഈ ഭൂമിയുടെ മുഖത്ത് ഇല്ല. എവിടെ പോയി? മെഡിറ്ററേനിയൻ കടലിന്റെ അടി കിടക്കുക. കടലങ്ങ് പൊങ്ങി. മെഡിറ്ററേനിയൻ കടല് പിടികിട്ടിയോ? അശൂരിന്റെ കൊട്ടാരം മുഴുവൻ അവിടെ കിടക്കുക, അവിടെ താണ് കിടക്കുക.
അശൂരിലെ ആണുങ്ങളെ മുഴുവൻ കാസ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു ബാബിലോണിയൻസ് വന്ന്. പിന്നെ ആർക്കും അസന്തത ഉണ്ടായില്ല. ഫിനിഷ്, തീർന്നുപോയി. എന്താ കാരണം? ദൈവജനത്തെ നശിപ്പിക്കാൻ എഴുന്നേറ്റതാ. എന്തിയെ ബാബിലോൺ? എന്തിയെ ബാബിലോൺ? തകർന്നോ? ബാറ്റിൽ ഫോർ മാരത്തണിൽ മെഡിറ്ററേനിയൻ കടലിൽ ഇട്ടിഞ്ഞങ്ങ് വീഴുക, തകരുക. എന്തിയെ ബാബിലോൺ? മേദിയ പാർസി എന്തിയെ? തീർന്നോ? അത് കഴിഞ്ഞ് വരുന്ന ഏറ്റവും വലിയ പവറാണ് ഗ്രീസ്. ഇസ്രയേലിനെ ആക്രമിച്ച അവിടെ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഫ്രം നമ്മുടെ സൈനാ ടു അലക്സാണ്ട്രിയ പറഞ്ഞതാ. എവിടെ പോയി? 3.5 വർഷം തേർവാഴ്ച നടത്തിയില്ലയോ ആ നാട്ടില്? ഗ്രീസിന്റെ ഒരു പവർ അല്ല നിങ്ങൾക്ക് അറിയാമോ? ആ ഏൻഷ്യൻ ഗ്രീസും പോയി, ഇത് വെറും ഗ്രീസായി മാറി. രണ്ടാമത്തെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് യഹൂദനെതിരായിട്ട് എഴുന്നേറ്റ് വലിയ ശക്തിയാ റോമ സാമ്രാജ്യം. 410 AD ചക്ക വെട്ടി പൊളിക്കുമ്പോൾ രണ്ടായിട്ടങ്ങ് പിളത്തുക. പാട്രീഷ്യൻസും പ്രീബിയൻസും തമ്മിലുള്ള യുദ്ധത്തെ പറ്റി നിങ്ങൾ വായിച്ചു നോക്കണം. തകർന്നുപോയി ലോക സാമ്രാജ്യം. 1947 സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തോട് ദൈവം പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. If you cannot look after my people, you are not going to look after the world. തകർന്നുപോയി ബ്രിട്ടീഷ് സാമ്രാജ്യം 1947. എന്താ സംഭവിച്ചെന്നറിയാമോ? 47 അവർ റോങ് ഡിസിഷൻ ഉണ്ടായിരുന്നു ബ്രിട്ടൻ ഇസ്രായേൽ സാമ്രാജ്യം ഫോം ചെയ്തതിനെതിരായിട്ട്. അന്ന് ദൈവം തീരുമാനിച്ചു മതി, ഇനി നീ ലോകത്തിന്റെ നെറുകെ കയറിയിരിക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നും മനസ്സിലാകാത്ത ചില കക്ഷികളുണ്ട്. അവർ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇസ്രായേലിനെതിരായിട്ട് എന്തെങ്കിലും എഴുതുക, എന്തെങ്കിലും ഇത് പറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്തോ വലിയ ജ്ഞാനികൾ, വലിയ കോളേജാന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ ഒറ്റ അനക്ഡോട്ടോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ് ഒരിക്കൽ ഞാൻ കയറി ചെല്ലുന്നു. അതൊരു ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഞാനിത് ഹലയിൽ എഴുതിയിട്ടതാ. ഇന്ത്യയിലെ വളരെ ഫേമസ് ആയ ഒരു IAS ഉദ്യോഗസ്ഥന് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടിരിക്കുക, അമേരിക്കയ്ക്ക് എന്താ ഇസ്രായേൽ രാജ്യത്തെ സോക്കേട്? അവർക്ക് വലിയ ദണ്ഡമാണെന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേൽ ദേശത്ത് കിടക്കുന്ന യഹൂദന്മാരെ നുള്ളിപ്പറക്കി അമേരിക്ക കൊണ്ടിട്ടാച്ചാൽ മതിയല്ലോ, അവന്മാരുടെ കാര്യം നടക്കും, ലോകത്തിന് സമാധാനമാണ്. ഞാൻ ഇയാളുടെ ആർട്ടിക്കിൾ വായിച്ചു. ഇദ്ദേഹത്തിന്റെ മരുമോള് ഞങ്ങളുടെ ഒരു 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 കൊളീഗാണെന്ന് പറയാം, ലണ്ടനിലുണ്ടായിരുന്നവർ, വലിയ ഹൈ സൊസൈറ്റി IAS. ഞാൻ എൻ്റെ ബോസ് അവർ വെള്ളക്കാരി, അവരോട് ഞാൻ പറഞ്ഞു ഈവൻ അതിൽ നാളെ പോകത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ കേട്ടത്, ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത ശേഷം ഇയാൾ വാ തുറന്നിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, കൈ അനക്കിയിട്ടുമില്ല, ഒരക്ഷരം മിണ്ടിട്ടില്ല, കംപ്ലീറ്റ് തളർന്ന് എത്രയോ വർഷങ്ങൾ കിടന്ന് ഇപ്പം കാറ്റ് പോയിട്ടുണ്ട്. കഴിഞ്ഞ കുപ്പി ഞാൻ ഒരു കാര്യം പറയാം. ലീവ് ഇസ്രായേൽ ടു ദംസെൽവ്സ്. അവരെ ചീത്ത പറയാനും, അവരെ കുറ്റം പറയാനും, അവരെ വിമർശിക്കാനും, അവരെ ഇൻസൾട്ട് ചെയ്യാനും, അവരെ റിഡിക്യൂൾ ചെയ്യാനും ദയവായി അറിഞ്ഞും അറിയാതെയും ശ്രമിക്കരുത്. നിന്നെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന കുടുംബമാണ് യേശു ക്രിസ്തു. ആ കുടുംബത്തിലെ സന്തതിയാണ്. ഇനി നിന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാ. ആ കുടുംബത്തിൽ നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്ന കഥ പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഈ ലെക്ചർ അവസാനിപ്പിക്കാൻ പോകുന്നത് 5ാമത്തെ ക്ലാസ്സിൽ. ആരെങ്കിലും അറിഞ്ഞും അറിയാതെയും ആ കുടുംബത്തിനെതിരായിട്ട് കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം ഈ ഭൂമിയിൽ അവരെ നിലനിൽക്കാൻ അനുവദിച്ചിട്ടില്ല. അവർ ചെയ്യുന്ന തെറ്റിന് ദൈവം ശിക്ഷിച്ചോളൂ. യു ഹാവ് നോ റൈറ്റ്. എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്കൊരു ദോഷം ചെയ്യരുത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്ക് ബാക്കി പറയാം. താങ്ക് യു വെരി മച്ച്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ദാസൻ തുടർമാനമായിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ കുറച്ച് സമയം, അത്യാവശ്യം ചോദ്യങ്ങളുണ്ടെങ്കിൽ കർത്താവിന്റെ ദാസനോട് ചോദിക്കാം പെട്ടെന്ന്. അതിനുശേഷം പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതായിരിക്കും. സാറേ, ഒരു ചെറിയൊരു സംശയം. ആരാ? ഞാൻ പാസ്റ്റർ ഡാനിയൽ ജോൺ, ഗുജറാത്തിൽ നിന്ന്. ചോദിച്ചാട്ടെ. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ഉം 24-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം ഇപ്പോൾ സാർ പറഞ്ഞു. സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ എന്നുള്ള ആ ഒരു പദം
സ്വഭാവത്താൽ കാട്ടുമരമായി നിന്നെ മുറിച്ചെടുത്ത സ്വഭാവത്തിന് വിരോധമായി. ആ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വഭാവത്തിന് വിരോധമായി. ആ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നേച്ചർ എന്നും നർച്ചർ എന്നും രണ്ട് ഡിസൈഡിങ് ഫാക്ടർ ഉണ്ട് ഒരാളുടെ ഗ്രോത്തിൽ. നേച്ചറും നർച്ചറും ഒരാളുടെ ഗ്രോത്ത് ഡിസൈഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറാണ്. നമ്മുടെ നേച്ചർ ഉണ്ടല്ലോ, നമ്മൾ നേച്ചർ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ആകത്തുള്ളൂ. അതിന് വിരോധമായ ഒന്നാകണമെങ്കിൽ അതിന് വിരോധമായ മറ്റൊന്നിൽ നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്യണം. നമ്മുടെ ഓൺ സ്വഭാവം അനുസരിച്ച് നമ്മൾ കാട്ടുമുന്തിരി കായ്ക്കും, അല്ലെങ്കിൽ കാട്ടുലിവ ദുഷ്ഫലങ്ങളെ പുറപ്പെടുവിക്കത്തുള്ളൂ. നമ്മുടെ നേച്ചർ ദുഷ്ഫലം മാത്രം പുറപ്പെടുവിക്കാനുള്ള നമ്മുടെ നേച്ചർ. അതിന് വിരോധമായി സൽഫലം കായ്ക്കാൻ മറ്റേ ഉള്ളിൽ കൊണ്ടുപോയി. പക്ഷെ ഇന്ന് നമ്മള് സ്വഭാവത്തിൽ, ഇന്ന് പ്രകൃതിയിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്നത് സാധാരണ നല്ല ബഡ് സെലക്ട് ചെയ്ത്, പിന്നെ നല്ല ട്രീയുടെ നല്ല ബ്രാഞ്ച് സെലക്ട് ചെയ്ത്, അല്ലെ ഫ്രൂട്ട്ഫുൾ ആയ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് അതാണല്ലോ സ്വാഭാവികമായിട്ട് ഒട്ടിച്ച് അതിൽ നിന്നാണല്ലോ നല്ല ഫ്രൂട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് നമ്മളെ നല്ല വൃക്ഷത്തിൽ, കാട്ടുലിവായിരുന്ന നമ്മളെ ഈ നല്ല വൃക്ഷത്തിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് എങ്ങനെ നല്ല ഫലം പുറപ്പെടുവിക്കാൻ പറ്റും? അതാണ് ദൈവത്തിന്റെ വർക്കിംഗ് മെക്കാനിസം. അതാണ് സ്വഭാവത്തിന്റെ വിരോധം എന്ന് പറയുന്നത്. എഗൻസ്റ്റ് ദ നേച്ചർ സ്വഭാവത്തിന് വിരോധമാണ്. അങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ സ്വഭാവത്തിന് വിരോധമായി നല്ല ഫലം കായ്ക്കത്തരുതിൽ ദൈവം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. അത് ദൈവത്തിന്റെ വർക്കിംഗ് മെക്കാനിസമാണ്. അതാണ് ദൈവത്തിന്റെ വർക്കിംഗ് മെക്കാനിസം. ദാറ്റ്സ് എഗൻസ്റ്റ് ദ നേച്ചർ. നമ്മളിപ്പം ആ നല്ലൊലിവിന്റെ റൂട്ടിൽ നിന്ന് പോയി അതിന്റെ ഫലം പുറപ്പെടുവിക്കണം, നമ്മുടേതാ പുറപ്പെടുവിക്കരുത്. ബൈ നേച്ചർ അങ്ങനല്ല. അതാണ് സ്വഭാവത്തിന് വിരോധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് എഗൻസ്റ്റ് ദ നേച്ചർ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കേ, താങ്ക് യു സർ. യു വെൽക്കം. ഒരു ചെറിയ ചോദ്യമുണ്ട്. അതായത് ഇതിനോടുള്ള ബന്ധത്തില് സാധാരണ ഒലിവ് ട്രീ, നല്ല ഒലിവ് എന്ന് പറയുമ്പോൾ ഇതുവരെയും കേട്ടിട്ടുള്ളത് അത് കർത്താവായ യേശുക്രിസ്തു ആണെന്നാണ്. ആദ്യമായിട്ടാണ് അത് നാച്ചുറൽ ജൂ അല്ലെങ്കിൽ യഹൂദ ജനമാണ് എന്ന് കേൾക്കുന്നത്. ക്വസ്റ്റ്യൻ അല്ല, ഇറ്റ്സ് ഓൺലി എ കമന്റ്. കാരണം ജനറലി എന്നോടൊപ്പം ഉള്ള അനേകരും മാത്യു ജോർജ് ഫ്രം തിരുവല്ല. അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നല്ല ഒലിവെന്ന് പറയുന്ന യേശുക്രിസ്തു ആണ് എന്നുള്ള ഒരു പിക്ചറാണ് മനസ്സിൽ ജനറലി ഉള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത്. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ കമന്റ് പറഞ്ഞു. ഞാനിപ്പോഴേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ക്ലാസ് കൂടെ തുടങ്ങിയില്ലേ, അപ്പൊ നമുക്ക് കൂടുതൽ ക്ലിയർ ആണ്. ഞാനിപ്പോ ഒരു ചെറിയ കമന്റ് പറഞ്ഞു. കർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒടിഞ്ഞു നമ്മളെ അവിടെ ഒട്ടിക്കാൻ, കർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒടിച്ചു കളഞ്ഞു ഒട്ടിക്കാൻ. രണ്ടാമത്തെ കാര്യം സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിച്ചില്ല എങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും, അല്ലേ? ആരെയാ ദൈവം ആദരിക്കാഞ്ഞത്? ദൈവം ആദരിക്കാഞ്ഞത് വിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞ യഹൂദന്മാരെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി എന്ന, കർത്താവ് ഒടിഞ്ഞുപോയി എന്നല്ല. കർത്താവ് പിതാവിനെ വിശ്വസിക്കാതെ ഒടിഞ്ഞു പോയെന്നല്ല. അവിശ്വാസം കൊണ്ട് അവരൊടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കും, അല്ലേ? ഇനി ഞാന് സാറിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം വരും. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതായിരുന്നു, ഇനി വീണ്ടും നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം സാർ എന്നോട് പറഞ്ഞ ആ ഇൻഫർമേഷൻ ഡിസെമിനേറ്റ് ചെയ്ത് ആരെന്നറിയാമോ? ഈ റീപ്ലേസ്മെന്റ് തിയോളജിസ്റ്റ് ആണ്. റീപ്ലേസ്മെന്റ് തിയോളജി യഹൂദനെ വിട്ടു കളഞ്ഞു, അവനില്ല. നമ്മൾ പുതിയ നിയമ ഇസ്രായേലാണ് എന്നുള്ള തിയറിക്കാര് അവര് വേദോസം പഠിപ്പിച്ചപ്പോ നമ്മൾ കിട്ടിയ ഡിഫക്റ്റീവ് നോളജാണ്. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കുറെ കൂടെ ക്ലിയർ ആണ്. കാരണം ഇതിന്റെ കൾമിനേഷനാണ്. ഞാൻ മുമ്പേ പറഞ്ഞു നിർത്തിയ കാര്യമുണ്ട്. യഹൂദനിൽ നിന്ന് ഡിസിൻടാങ്കിൾ ചെയ്താൽ നമ്മൾക്ക് ഇറ്റേണിറ്റി ഇല്ല.
Yeah. യഹൂദനിൽ നിന്ന് ഡിസിൻറ്റാങ്കിൾ ചെയ്ത് നമുക്ക് നിത്യജീവൻ ഇല്ല എന്ന് ഒരു പക്ഷെങ്കിൽ, സാർ എന്റെയൊക്കെ പ്രായമുള്ള ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു പക്ഷെങ്കിൽ ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്. That's right. ഒരു പക്ഷെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളതിൽ ഈ അടുത്ത സമയത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയ ഡേവിഡ് പോസൺ മാത്രമാണ് ശക്തമായിട്ട് UK ബ്രിട്ടീഷുകാരനായിരുന്ന ഡേവിഡ് പോസൺ ആണ് റീപ്ലേസ്മെന്റ് തിയോളജിക്ക് എതിരായിട്ട് ശക്തമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദേവദാസൻ. അപ്പൊ അങ്ങനെ വളരെ കുറച്ച് ദൈവങ്ങൾക്ക് മാത്രമേ ആ വെളിച്ചം കിട്ടിയിട്ടുള്ളായിരുന്നു, ആ ലൈറ്റ് കിട്ടിയിട്ടുള്ളായിരുന്നു. ഏതാ നമ്മൾ അവരിൽ നിന്ന് ഡിസെൻറ്റാങ്കിൾ ചെയ്ത് കുടുംബത്തെ വഴക്കുണ്ടാക്കിയിട്ട് ഈ ചെറുക്കൻ്റെ കൂടെ പുറക്കാമെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയുള്ള വളരെ 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 കുറച്ചാണ്. ഇപ്പം കേംബ്രിഡ്ജിലെ പ്രൊഫസറായിരുന്ന എൻ്റെ ടീച്ചറായിരുന്ന മാർഗരറ്റ് ബാർക്കർ, ഞാൻ ഈ ഫീൽഡിൽ കണ്ട ഏറ്റവും വലിയ സ്കോളേഴ്സാണ്, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സ്കോളേഴ്സാണ്. അവരൊക്കെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കിൽ ഈ റീപ്ലേസ്മെന്റ് തിയോളജിയൻസ് കയറി അങ്ങ് മണ്ടയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ തകടം പറഞ്ഞു പോയി, വേറൊരു വഴിക്ക് അങ്ങ് പോകുമായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇരിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഐ മേ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ് മോർ ക്ലിയർലി. പീറ്റർ ചാക്കോയാണ്. ഒരു ക്ലാരിഫിക്കേഷൻ കേട്ടയിൽ നിന്നുള്ള ഇതാണോ അതോ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. റോമൻസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പോൾ അവരെ അവിടെ ബാൻ ചെയ്തു എന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞു അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ബാൻ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടുന്ന് ഓടിപ്പോകണം. 3400 ഫാമിലീസ് അവിടുന്ന് ഓടിപ്പോയിട്ട് ജോർഡൻ ക്രോസ് ചെയ്ത് അവര് പോയി മരുഭൂമിയിലേക്ക് പോയി. അപ്പം ഓടിപ്പോകാതിരുന്ന അവർ അനുസരിക്കാത്തവരും അവർ കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞു. എന്നിട്ട് സാർ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് ഒരു ക്ലാരിഫിക്കേഷൻ സാർ പറഞ്ഞു. അത് എന്റെ ചിന്തയിൽ എനിക്കത് മനസ്സിലാഞ്ഞാണോ? ആ അനുസരിക്കാത്തവർ കൊല്ലപ്പെട്ടു, ഇവരാണ് കാട്ടൊലിവ് എന്ന് സാർ അങ്ങനെ ഒരു പദം പറഞ്ഞാൽ എനിക്ക് ഓക്കെ അന്ന് ക്ലിയർ ആകണോ? നമ്മളാ കാട്ടൊലിവ്, അവരെ അവിടെ കൊണ്ട് ഒട്ടിക്കുക. ഓക്കെ, അപ്പൊ അനുസരിക്കാത്ത യഹൂദന്മാരല്ല കാട്ടൊലിവ്, നമ്മളാണ് ആ സമയത്ത്. ഓക്കെ സാറേ, വർഗീസ് പറക്കോട്ട് വന്നാണ്. എനിക്കൊരു സംശയം. യഹൂദനെ അവൻ റൂട്ടായതുകൊണ്ട് അവനെ അവനെ സ്നേഹിക്കണം, അവനോട് എതിർക്കരുതെന്നുള്ള ആശയത്തോട് യോജിക്കുന്നു. എങ്കിൽ ഈ വധുവായി തീർന്ന ഈ കാട്ടൊലിവായി നമ്മൾക്കല്ലേ യഹൂദനേക്കാൾ കൂടുതൽ ദൈവസന്നിധി സ്ഥാനമെന്നുള്ളത് ആണ് ഞാൻ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. അതിൽ തെറ്റുണ്ടോ? എനിക്ക് അതിന്റെ അതൊരെന്താണ് പറയേണ്ടത്, പ്രിപ്പോസ്റ്ററസ് ആയ ആൻസർ ആണ് ഇതിൻ്റെത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ അതിന് മറുപടി പറയാം ഇനിയിപ്പം. എന്നിട്ട് എൻ്റെ ഇനി 3 ക്ലാസ്സുകളുണ്ടല്ലോ, ആ 3 ക്ലാസ് കഴിയുമ്പോൾ ഞാൻ പറയാതെ ഞാനിതൊരു കൺക്ലൂഷൻ എത്താൻ കഴിയും. ഞാനിപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ദേവദാസിനെ ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് നയിക്കും. അങ്ങനെ വേണ്ട, ഞാൻ ആൻസർ പറയാതെ വിടുക. ദേവദാസ് ഞാൻ പറയുന്നത് കേൾക്കുക. അപ്പൊ ദേവദാസിന്റെ കൺക്ലൂഷനിലെത്താം. ഞാനൊരു മറുപടി പറയുന്നതിനേക്കാൾ ദേവദാസന് ഈ ലെക്ചർ സീരീസ് കഴിയുമ്പോൾ ഒരു മറുപടി എത്താൻ കഴിയുകയാണെങ്കിൽ അതാണ് കുറെ കൂടെ സസ്റ്റെയിനിങ് ആയ മറുപടി. ഇപ്പൊ എനിക്കൊരു മറുപടി പറയാൻ വയ്യെന്നിട്ടല്ല, പക്ഷെ കുറെ കൂടെ സസ്റ്റെയിനിങ് ആയ ഒരു മറുപടി അതായിരിക്കും. ബിക്കോസ് യു ഗോട്ട് ദി ആൻസർ ഫ്രം യുവർ ഓൺ ഹാർട്ട്. Is that agreeable? Okay, agree, sir. Okay, thank you. Thank you for asking the question. Okay. Sir, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ ബിജു ആണ്, അയർലൻഡിൽ നിന്ന്. ഓ, എന്റെ കർത്താവ് ചോദിച്ചാട്ടെ. സാർ, അപ്പോൾ സാറ് പറഞ്ഞു അവിടെ ഓടിപ്പോകാതെ നിന്നവരാണ് ഒടിഞ്ഞുപോയ കൊമ്പുകൾ എന്ന് പറഞ്ഞു. കേട്ടോട്ടെ, എന്റെ സിംബളിക് ലാംഗ്വേജ് തെറ്റിദ്ധരിക്കുന്നത്, ഓടിപ്പോകാതെ നിന്നവർ കർത്താവിനെ വിശ്വസിക്കാത്തവർ. കർത്താവ് പറഞ്ഞത് ഓടിപ്പൊക്കോണമെന്ന, കർത്താവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർ ഓടിപ്പോയി അല്ലേ? വിശ്വസിച്ചില്ല, അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി. അവർ മാത്രമാണോ? അവിശ്വാസി എല്ലാവരും ഒടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഈ അവസാനം വരുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവവും കർത്താവും എന്ന് യഹൂദനേറ്റ് പറയും. അതുവരെ
അവന് കഷ്ടതയാണ്. അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയി. അപ്പൊ ആ 340 പേരിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യരുത്. കർത്താവിനെ തള്ളി പറയുന്നതിനൊന്നും അംഗീകരിക്കപ്പെടുന്ന ബ്രാഞ്ചസ് അല്ലെന്ന്. ദാറ്റ്സ് എ ഫാക്ട്. ക്ലിയർ? അപ്പോൾ ഒരു സംശയം റോമർ 11 വായിക്കുന്നു, അവയെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവശക്തനല്ലോ എന്ന്. എങ്ങനെയാണ്? എക്സാക്ട്ലി. അവരെ വീണ്ടും ഒട്ടിക്കാൻ ദൈവത്തിന്റെ പ്രോസസ് ഉണ്ട്. മനസ്സിലായി? ദൈവത്തിന്റെ പദ്ധതിയിൽ ഒന്നാണ് അവരെ വീണ്ടും കൊണ്ടുവന്ന് ഒട്ടിക്കുക എന്നുള്ളത്. God will do it at his right time. പക്ഷേ അവിടെ വരുമ്പോഴേ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മളില്ലാതെ ദൈവത്തിന് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മളോട് വന്നേ പറ്റത്തുള്ളൂ, അല്ല നടക്കത്തില്ല. ആ പദ്ധതികളുടെ ലിസ്റ്റ് എടുക്കണം. ഇപ്പൊ ഞാനില്ല, ദൈവത്തിൻ്റെ കുഴപ്പം പറയരുത്, ഒരിക്കലും പറയരുത്. കാരണം പ്ലെറോമ എന്ന വേർഡിന്റെ അർത്ഥം നമ്മൾ പഠിക്കുന്നു. ദൈവസഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്ലെറോമയാണ്. ആ പ്ലെറോമ എന്ന വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇല്ലാതെ ദൈവത്തിന് പറ്റത്തില്ലാത്ത കാര്യങ്ങളുണ്ട്. സപ്പോസ് ഐ എം നോട്ട് ദേർ, പറ്റത്തില്ല. അതിൽ ഒന്നാണ് യഹൂദനെ വീണ്ടും ഒട്ടിക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി. യഹൂദനെ വീണ്ടും, ഈ ഒടിഞ്ഞുപോയ ബ്രാഞ്ചസിനെ വീണ്ടും കൊണ്ട് ഒട്ടിക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി പ്ലെറോമയിൽ പെടുന്നതാണ്. ക്ലിയർ? ഓക്കെ സർ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. സംഘടിച്ച ചോദ്യങ്ങളൊക്കെ തീർന്ന എന്റെ വിശ്വാസം കേട്ടോ. ഓൾമോസ്റ്റ്. യെസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ദൈവകൃപയാൽ 2 ക്ലാസ്സുകൾ പൂർത്തീകരിക്കുവാൻ നമുക്കിടയായി. അടുത്ത ക്ലാസ് നാളെ വൈകിട്ട് നടക്കുകയാണ്. നാളെ വൈകിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ രാത്രിയിൽ സുരക്ഷിതരായി പരിപാലിക്കട്ടെ. നാളത്തെ ആരാധനകളെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പീറ്റർ ചാക്കോ ഡൽഹിയിൽ നിന്ന് നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കുന്നതായി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് സന്ധ്യയുടെ യാമത്തികൾ ഞങ്ങൾക്ക് തന്ന ഈ വചന പഠനത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പല അറിവുകളെയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കുവാനും, ഞങ്ങൾ കേൾക്കുന്നതിനെ ഒന്നുകൂടെ അതിനെ ഗ്രഹിക്കുവാനും, അത് വേണ്ടവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലും ശുശ്രൂഷകളിലും പ്രയോജനപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പഠിപ്പിച്ച അങ്ങയുടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ തൻ്റെ ജീവിതത്തെ അലട്ടുന്നുവെങ്കിലും ഞങ്ങളെല്ലാവരും തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പിന്നെയും ഇന്ന് രാത്രിയിൽ ദൈവദാസനെ അങ്ങയുടെ മുറിവുള്ള കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഇന്നും പ്രവർത്തിക്കുവാൻ കഴിവുള്ളതാകിയാൽ ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായിട്ടുള്ള സൗഖ്യം, ശരീരത്തിന് വേണ്ടതായിരിക്കുന്ന ബലം, ആരോഗ്യം പിന്നെയും കർത്താവ് കൊടുത്ത് ഈ ശുശ്രൂഷകൾ മുന്നേറുവാൻ സഹായിക്കണമേ. ദൈവവചനം കേട്ടതും പഠിച്ചതുമായ എല്ലാ വാത്സല്യ ദൈവദാസന്മാരെയും സഹോദരന്മാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടുകൂടെ കൈക്കൊള്ളുവാനും അത് ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലും വ്യക്തിപരമായ ജീവിതത്തിലും പ്രയോജനമാക്കി തീർക്കുന്ന നിലയിൽ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള കർത്താവ് രാത്രിക്കാൽ നീ ശ്രമിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം. നാളത്തേക്കുള്ള കാര്യത്തെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചന ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളോട് ഇടപെടുകയും ചെയ്യണമേ. ആരാധനകളൊക്കെ, വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആരാധനകളൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ. വളരെ അനുഗ്രഹപ്പെട്ടതായ ആത്മീയ ശുശ്രൂഷയിൽ ദൈവദാസന്മാരായ ഞങ്ങളൊക്കെ ജനത്തോട് ദൈവനം സംസാരിക്കുവാൻ ആയിട്ടുള്ള വചനവും ശക്തിയും ആത്മാവിൻ്റെതായിരിക്കുന്ന അനുഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്റ്റഡി സർക്കിൾ ഇങ്ങനെ പ്രയോജനപ്പെടുവാൻ തക്കോണം അറേഞ്ച് ചെയ്ത ഹല്ലേലൂയ സർക്കിൾ സ്റ്റഡി സർക്കിളിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാങ്കുട്ടിക്കായും കൂടെയുള്ളതായ എല്ലാ പ്രവർത്തകരെ ഓർത്തേണ്ട പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുഖാന്തരമായി അനേകർക്ക് വലിയ കർത്താവിന്റെ ജ്ഞാനം പകരുവാൻ കാരണമാക്കുന്നതിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രവർത്തന മേഖലകളെയും കർത്താവ് മാനിക്കണം, സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും
ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധി ആത്മാവിന്റെ നിത്യവും നിരന്തരമായ പരിപാലനവും കൂട്ടായ്മയും ഞങ്ങളോടുകൂടെയും ദൈവവചനം പഠിപ്പിച്ച ദൈവദാസനോടുകൂടെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.